السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله، أوصيكم وإياي بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ചോലൂർ പ്രദേശത്ത് മദ്രസയുടെയും QHLSന്റെയും ഒക്കെ ഉദ്ഘാടന പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. വരുന്ന യാത്രക്കിടയിൽ പറപ്പൂർ ഉസ്താദിൻ്റെയും TK അഷ്റഫ് സാഹിബിൻ്റെയും ഷുഐബ് മദീനയുടെയും ഒക്കെ സംസാരങ്ങൾ പൂർണ്ണമല്ലെങ്കിലും വളരെ സന്തോഷത്തോടെ ഈ സദസ്സിന് നൽകിയ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. ആവർത്തന വിരസത ഒഴിവാക്കാൻ കുടുംബത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ നാം ശരിപ്പെടുത്തേണ്ടുന്ന ഏതാനും ചില ഭാഗങ്ങളെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരിമാര്, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ എല്ലാവരും ഈ സദസ്സിനോട് സഹകരിച്ചുകൊണ്ട് അല്പസമയം കൂടെ ഇത് കേൾക്കാൻ ഇരിക്കണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആളുകൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ NRCB, അതിൻ്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സിന്റെ ബ്യൂറോ, അവർ കണക്ക് പറയുന്നതിൽ നല്ലൊരു ശതമാനം പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ലഹരിയിലേക്ക് ചെന്ന് ചാടുന്ന പുതിയ തലമുറയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സ്നേഹലാളന്യങ്ങളും പരിഗണനയും കിട്ടാത്തതുകൊണ്ടായിരിക്കും. കുറെ കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ ദാമ്പത്യ ജീവിതം മനോഹരമായില്ലെങ്കിൽ അയാളുടെ നിസ്കാരം, അയാളുടെ ദഅവത്ത്, അയാളുടെ ഇബാദത്ത് ഒരു സുഖവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും. വേർപിരിഞ്ഞു നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, അവരുടെ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം എല്ലാത്തിനുമുള്ള പരിഹാരം നമ്മുടെ മുമ്പിലേക്ക് തരിക. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹിന്റെ അടുത്തുള്ള ദീന് ഇസ്ലാമാണ്. ഇസ്ലാമാണ് ദീന്.
അതല്ലാത്ത ഒരുപാട് ആശയധാരകൾ ഉണ്ടാകും, ഒരുപാട് മതധാരകൾ ഉണ്ടാകും, ചിന്താധാരകൾ ഉണ്ടാകും. وَمَن يَبْتَغِي غَيْرَ الْإِسْلَامِ دِينًا فَلَن يُقْبَلَ مِنْهُ. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും മതങ്ങൾ, ഏതെങ്കിലും ധാരണകൾ ആരെങ്കിലും വെച്ചു പുലർത്തിയാൽ അത് സ്വീകരിക്കപ്പെടൂല. അത് മനസ്സിലാക്കിയാണ് മുൻഗാമികളായ നമ്മുടെ അമ്പിയാക്കന്മാർ, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ അമ്പിയാക്കന്മാരിലെ ശ്രേഷ്ഠരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് മക്കളെ വിളിച്ചു പറയുന്നതും അതാണ്. മക്കളെ, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതമിതാ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഈ മതം പുൽകി നീ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഈ ദീനാണ് കുടുംബത്തിനെല്ലാം കൊടുത്തത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾക്ക് എന്തു പറ്റി? അതല്ലെങ്കിൽ മകൻ എന്തു പറ്റി? ഭാര്യയ്ക്ക് എന്തു പറ്റി? ആ ദീന് സ്വീകരിക്കാൻ തയ്യാറായില്ല. ദീനുള്ള ആളെ കൂടെ ജീവിക്കുന്നുണ്ട്, നമുക്ക് ദീന് വേണ്ട. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി? ഭർത്താവിന് നല്ല ഒരു ദീനുണ്ട്, ആ ദീന് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഭർത്താവിനെ ധിക്കരിച്ച് ജീവിച്ചവരായിരുന്നു ലൂത്ത് നബിന്റെ ഭാര്യ. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, നല്ല രണ്ട് അടിമകളുടെ കീഴിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഫഖാനതഹുമാ, ആ രണ്ടു പേരെയും ഇവർ വഞ്ചിച്ചവരായിരുന്നു. അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഒരു സഹായവും കിട്ടൂല. വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ദൈവമാണ്, ഞാൻ പടച്ചോനാണെന്ന് വാദിച്ച ഫിർഔനിന്റെ കീഴിൽ ജീവിച്ച ആസിയ ബിന്ത് മുസാഹിം റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ് ആ പേര് പറഞ്ഞത്. ഭർത്താവ് അങ്ങേയറ്റത്തെ ധിക്കാരി, നിഷേധി. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീരത്നം മുളച്ചു വന്നു. മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി. റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ് വമാ ബൈനഹുമാ, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ളതിന്റെ റബ്ബാണ് നമ്മുടെ റബ്ബ്. റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലൂൻ, നിങ്ങളിൽ നിങ്ങളുടെ പൂർവികന്മാരുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ അതിൽ വിശ്വസിക്കുക. എന്നിട്ട് അവിടെ നിന്ന് എന്താ പ്രഖ്യാപിച്ചത്? റബ്ബി നജ്ജിനീ മിൻ ഫിർഔന വഅമലി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ. പിന്നെ ഈ ഭർത്താവിന്റെ ക്രൂരതക്കപ്പുറത്ത് അയാളിൽ നിന്ന് രക്ഷ ലഭിക്കുകയും അതേപോലെ തന്നെ എനിക്ക് സ്വർഗത്തിൽ റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് നൽകുകയും തരണേന്നാ പ്രാർത്ഥിച്ചത്. കൊട്ടാരത്തിൽ താമസിക്കുന്നത്, പക്ഷെ ഇത് വേണ്ടാന്ന് വെക്കുക. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും അടിത്തറയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിലേക്കുള്ള ദീനിലേക്കുള്ള മടക്കമാണ് എല്ലാവർക്കും ആവശ്യം. ഇതൊരു നല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിലൂടെ പോകുന്ന ഒരു തോണി പോലെയാണ്. ഇതിൽ ബാപ്പാക്കും ഉമ്മാക്കും ഒരു റോളുണ്ട്, ജ്യേഷ്ഠാനുജന്മാർക്കൊരു റോളുണ്ട്. എല്ലാവരും ഒരുമിച്ച് തുഴയണം. ഇതിൽ ഒരാളെങ്ങാനും ഒന്ന് ആടിക്കളിക്കാൻ തുടങ്ങിയാൽ ഈ തോണി മറിയും. ഇത് കുടുംബാണ്. ഒരാൾ വിചാരിച്ചാൽ ഈ കുടുംബത്തെ തകർക്കാൻ എല്ലാ സന്തോഷവും ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം പങ്കെടുക്കുന്ന എല്ലാ പരിപാടിൻ്റെ അടിയിൽ കാണാം കുടുംബസമേതം പങ്കെടുക്കുക. എല്ലാവർക്കും കിട്ടണം. ഖുർആൻ ക്ലാസ്സിന് എപ്പോഴാണ് പങ്കെടുക്കണം? ആരാ പങ്കെടുക്കേണ്ടത്? എല്ലാവരും. അവിടെ എല്ലാവർക്കും ഉള്ള മരുന്ന് അവിടുന്ന് കിട്ടണം, ചികിത്സ അവിടുന്ന് കിട്ടും. വിശുദ്ധ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ അത് ഒരുപക്ഷെ മറ്റു പല സന്ദർഭങ്ങളിലും പള്ളി ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ടെങ്കിലും QHLSകളുടെ ഉദ്ഘാടനം ഒരു വല്ലാത്ത സന്തോഷാവസ്ഥയാണ്. ഒരു നാട്ടിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പറ്റുക. ഏതാ ഖുർആൻ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ ശരിയായ മാർഗത്തിലേക്ക് ജനങ്ങളെ വഴി നടത്തുന്ന ഖുർആൻ. അത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ ഒരു നാട് ഒരുങ്ങുന്നു എന്നതിൻ്റെ സന്തോഷം എത്രയാണ്.
സഹോദരങ്ങളെ, അതേ സമയത്ത് നമ്മുടെ കുടുംബത്തിന്റെ അടിവേരറുക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പരിഹാരങ്ങൾ മറുഭാഗത്തുണ്ട്. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ഇങ്ങനെ ഓടിച്ചു പോയാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ആത്മീയ ചൂഷണങ്ങളാണ്. ഇതിലാണ് ദീനുണ്ട് എന്ന് പറയുന്ന ഒട്ടനേകം ആളുകൾ ഉള്ളത്. ദീനിലാണ് എന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങൾ വരെ ആത്മീയ ചൂഷണങ്ങളുടെ ഒട്ടനേകം കാണാപ്പുറങ്ങളുടെ വിരിമാറുകളിൽ സുഖിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കുകയാണ്. അവർക്കതൊക്കെ ദീനാണ് എന്ന് മാത്രവുമല്ല, അതിനുവേണ്ടി ഓൺലൈനിലാവട്ടെ ഓഫ്ലൈനിലാവട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആത്മീയ നിർവൃതി നേടുന്നു എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രചരണം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിൽ നിന്ന് നാം അകലുകയും സൃഷ്ടികളിലേക്ക്, മഹാന്മാരിലേക്ക്, മക്ബറകളിലേക്ക് നമ്മൾ എത്തുകയും വേണം. ഇതാണ് ആത്മീയ ചൂഷകന്മാരുടെ ഒന്നാമത്തെ അടയാളം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം ചൂഷണ കേന്ദ്രങ്ങളിലൊന്നും നമ്മൾ ബോർഡ് വെച്ച് കാണൂല, യാത്രക്കാരായ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനം എന്ന ആളുണ്ടാവില്ല. ഇത്തരം എല്ലാ ചൂഷണ കേന്ദ്രങ്ങളിലും എന്തേ ബോർഡ് ഉണ്ടാവുള്ളൂ? സ്ത്രീകൾക്ക് പണമിടാനുള്ള സ്ഥലം, സ്ത്രീകൾക്ക് പോകാനുള്ള വഴി. അവിടെ യാത്രക്കാരൊന്നും ഉണ്ടാവില്ല. പള്ളിന്റെ മുമ്പിലാണെങ്കിൽ ബോർഡ് ഉണ്ടാകും, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. അവർ മാത്രം വന്നാൽ മതി. ഈ ചൂഷണത്തിന്റെ എത്ര വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഭാര്യ മരിച്ചിട്ട്, അല്ല, പ്രസവവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വെച്ചത് പ്രസവിച്ച് അതിൻ്റെ രക്തസ്രാവം കാരണം കൊണ്ട് പിടഞ്ഞു മരിച്ചിട്ട് ആ മനുഷ്യൻ ആ ഭാര്യനെ ആശുപത്രിക്ക് എടുത്ത് കൊണ്ടുപോയില്ല. എത്രയെത്ര കറാമത്ത് കഥകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിച്ചു, എന്തെല്ലാം കഥകൾ ജനങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. ഇതിൽ വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ? ബായാർത്ഥങ്ങൾ എന്ന പേരിൽ കാലങ്ങളായി നമ്മുടെ ഈ പ്രദേശങ്ങൾ വാടാനപ്പള്ളിയിലും തിപ്രയാറും പരിസര പാലക്കാടും ചാവക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ അല്ലാതെ കാണില്ല. ഇപ്പൊ പുതിയ ആളിറങ്ങിയിട്ടുണ്ട്. അറിവിന്നരാവ് പതുക്കെ കൂടാരം കയറി, മടവൂർ കാഫില പതുക്കെ സൈഡായി. അപ്പോൾ അത് പുതിയ ശോഭ ഉദിച്ചു പൊന്തി, ആറ്റക്കോയത്തങ്ങൾ ഉദിച്ചു പൊന്തി, ജനങ്ങളും സ്ത്രീകളും ടൂറിസ്റ്റ് ബസ് വിളിച്ച് അവിടേക്ക് പോവുകയാണ് കുടുംബത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ഈമാനിനെയും ദീനിനെയും കുടുംബങ്ങളുടെ ഇരുലോകവും നഷ്ടപ്പെടുത്തുന്ന ആശയങ്ങളാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്കിന്റെ മന്ത്രവുമായി ഹജ്ജിലേക്കുള്ള ഒരുക്കങ്ങൾ. ദുൽഹിജ്ജ 8 യൗമു തർബിയക്ക് ഹജ്ജ് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഒരു മനുഷ്യൻ, ഇവിടെ ഹജ്ജിന് ഉംറക്കും പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ യാത്രയിൽ അവിടെ വെച്ച് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോട്? കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. ഇതിന് ഒന്നാമത്തെ ഒരു ഭാഗം. ഇവിടെ എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കുക, ചില കാര്യങ്ങൾ കേൾക്കാനും കാണാനും കൂടെയുണ്ട്. സ്ത്രീകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലിപ്പിൽ വരുന്ന വിശദീകരണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ശരി, ഒന്നാമത്തെ ഭാഗം ഒന്ന് കേൾക്കുക നിങ്ങൾ. വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ്. മുസ്ലിംസിലാർ പറയാണ്, ഹജറുൽ അസ്വദ് ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാല് എന്ന് പൂതി വെച്ച്, ഇനി ഞാനിവിടാ ഏതായാലും എത്തൂല. ഇത് ഹറമിൽ എൻ്റെ എത്തൽ ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് പൂതി വെച്ച് നോക്കി, കഴിഞ്ഞില്ല, കഴിയാത്ത അവസ്ഥയാണ്. അത്രയും തിക്കും തിരക്കുമാണ്. മുസ്ലിംസിലാർ പ്രായമുള്ള ആളുമല്ലേ. അപ്പം മുസ്ലിംസിലാർ പറയാണ്, ഷെയ്ഖുന എന്ന് വിളിച്ചു നോക്കാം, ഷെയ്ഖുന എന്ന് വിളിച്ചു നോക്കാം. മൂസ മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂസ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, നിന്റെ അവസ്ഥ ആൾക്ക് അറിയാലോ, എനിക്ക് അവിടെ പോയാൽ മൊത്താൻ ഏതായാലും കഴിയില്ല, എനിക്കിൻ്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ ഹറമിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു.
ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന നിൽക്കൊരൊറ്റ വിളി 11 ഫാത്തിഹ ഓതിയിട്ട്. പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട്, ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ശൈഖുനെന്നാ ഇങ്ങ് തസവൂറാവില്ല, അത് വേറെ കാര്യം. പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ശൈഖുനെന്നാ ഇങ്ങ് തസവൂറാവില്ല, അത് വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞത് ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഇത് മൂസ മുസ്ലിയാർ പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചിലപ്പോ നമുക്ക് തോന്നിപ്പോന്നാ, ഇതിന്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ശൈഖുന നേടിയെടുത്തത്. കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് തിരക്കിന്റെ ഇടയിൽ തിക്കും തിരക്കുമുള്ള ഹജറുൽ അസ്വദ് മുത്താൻ കൊതിച്ചിട്ട് അവിടെ എത്തിയിട്ട് എന്താ ചെയ്തത്? തിരക്കിന്റെ ഇടയിൽ നിന്ന് ഷെയ്ഖുനാനെ വിളിച്ചു. ഏത് ഷെയ്ഖുന? ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന കോഴിക്കോട് മറവ് ചെയ്ത ഒരു മനുഷ്യനെ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ചിട്ട് വിളിച്ചു. ഷെയ്ഖുന, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് അറിയില്ലേ, എന്നൊന്ന് സഹായിക്കണം. അപ്പോ 10 മിനിറ്റ് കേരളത്തിൽ നിന്ന് വന്ന ആളല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുപോയി ഉമ്മച്ചു കൊടുക്കാൻ സമ്മതിച്ചു കൊടുത്തു. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാണ്. നിങ്ങൾ ഏത് മിനയിലായാലും അറഫയിലായിരുന്നാലും നിങ്ങൾ എവിടെ പോയാലും ഷെയ്ഖുനാനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം നടക്കും. ഈ വിശ്വാസം നമ്മുടെ കുടുംബത്തിന് എന്ത് പ്രയാസം ഉണ്ടാക്കുന്നറിയോ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ധീരമായ പ്രയാസഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവേ റബ്ബേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചവരാണ്. അവസാനത്തെ നബിയായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞതും അതാണ്. ഖുൽ, നബിയെ പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. കുടുംബത്തിൽ എന്തെല്ലാം പ്രതിസന്ധി കടന്നു വന്നപ്പോഴും അമ്പിയാക്കന്മാരുടെ ചരിത്രം എന്താ? ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയുടെ ചരിത്രം, സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടു. എവിടേക്കാ അവർ പോയത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ, ഞങ്ങൾ പാപം പുറത്തു തരണം, ഞങ്ങളെ രക്ഷപ്പെടുത്തണം പടച്ചോനെ. ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധവുമായി ബന്ധപ്പെട്ട അള്ളാന്റെ കൽപ്പനക്കെതിരെ സംഭവിച്ചപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ കാണാതെ, അവസാനം യൂസുഫ് നബിയെയും അവസാനമായി കാണാതെ ആയ ഒരു ഘട്ടം വന്ന് കൊല്ലങ്ങളോളം കണ്ണീരോടുകൂടെ കരഞ്ഞ ആ പ്രവാചകർ ആരോടാ സങ്കടപ്പെട്ടത്? ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ ആബലാതി, എൻ്റെ വേവലാതി, എൻ്റെ സങ്കടം ഇതാ അല്ലാഹുവേ നിന്നിലേക്ക് നീട്ടുകയാണ്. ഒരു ചൂഷണത്തിനും വഴിയില്ല. എത്ര പ്രവാചകന്മാർ മേലുണ്ടായിരുന്നു, എത്ര ഖബറുകൾ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും അടുത്തേക്ക്, ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക്, ഏലസുകളിലേക്ക്, ചരടുകളിലേക്ക്, ദർഗകളിലേക്ക് അവരെ കൊണ്ടുപോയില്ല. കുടുംബത്തിന്റെ അടിസ്ഥാന വിഷയം എന്താണോ അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ശീലമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്ക്. അല്ലാഹുവിനെ ആരാധിക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത് പഠിപ്പിക്കുക. ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല.
എത്ര കൃത്യമായിട്ടാണ് ഓരോ കുടുംബവും പഠിക്കേണ്ട ആശയമാണത്. എന്നിട്ട് ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രാർത്ഥിച്ചാൽ വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഇതുപോലെ അവിടുന്ന് വിശദീകരിച്ച് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്, ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക. അള്ളാഹു അല്ലാത്തവർക്ക് കഴിയില്ലല്ലോ. അവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട്? കുടുംബമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, ദാമ്പത്യ ജീവിതത്തിൽ സന്താനങ്ങൾ ലഭിക്കാം, ചിലപ്പോൾ ലഭിക്കും, ലഭിക്കാതിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രതിസന്ധി വന്നു. മക്കളില്ലാതെ വാർദ്ധക്യത്തിലെത്തി. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ വർത്താനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? എല്ലുകൾ ദ്രവിച്ചു തുടങ്ങി, നരബാധിച്ചു തുടങ്ങി, ഭാര്യ വന്ധ്യയായ അവസ്ഥയിലെത്തി. വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയാ, സൂറത്ത് മറിയം പഠിപ്പിക്കുക, റബ്ബേ ഇതൊക്കെയാണെങ്കിലും നിന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനാകില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബിയും പ്രാർത്ഥിച്ചു, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. സക്കരിയ നബി പ്രാർത്ഥിച്ചു, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. എന്നാൽ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ആളുകളെ ഏർവാടിയിലേക്കും മുത്തുപേട്ടയിലേക്കും ദാഗൂറിലേക്കും ഉള്ളാളിലേക്കും തള്ളിക്കൊണ്ടുപോകുന്നവർ എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ സംസാരം ശ്രദ്ധിച്ചു നോക്കൂ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരാളെ കുറിച്ച് ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു സന്ദേശം രണ്ടാമത്തെ ക്ലിപ്പ് ശ്രദ്ധിക്കും. മഹാനായ സി.എം. ഉപ്പാപ്പയെ കുറിച്ച് അദ്ദേഹം എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ് എനിക്ക് 3 മക്കളുണ്ടായി. ആ 3 മക്കളും സുബ്ഹാനല്ലാഹ് പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് 3 മക്കളുണ്ടായിട്ട് ആ 3 മക്കളും മരിച്ചുപോയി ഉസ്താദേ. എനിക്ക് 3 മക്കളുണ്ടായി, ആ 3 മക്കളും മരിച്ചുപോയി. ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു കുട്ടി ഉണ്ടായി, മരിച്ചുപോയി. കുറെ കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി ഉണ്ടായി, അതും മരിച്ചുപോയി. പിന്നെയും ഒരു കുട്ടി ഉണ്ടായി, അതും മരണപ്പെട്ടുപോയി. ഞാൻ ആകെ ബേജാറായി. അവസാനം ഞാൻ മഹാനരായ സി.എം. ഉപ്പാപ്പ അവിടുത്തെ ഹളറത്തിൽ വന്നു. ഉപ്പാപ്പയോട് പറഞ്ഞു, ശൈഖേ തങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ദുആ ചെയ്യാൻ അറിയില്ല. അവസാനം എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടുത്തെ ഹളറത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്തു ഉസ്താദേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. പിന്നീട് എന്റെ ഭാര്യ ഗർഭിണിയായി. ആ ഭാര്യ പ്രസവിച്ചു. അതേ, ഒരു ആൺകുട്ടി പ്രസവിച്ചു. പിന്നീട് ഒരു പെൺകുട്ടി പ്രസവിച്ചു. ഒരു പ്രശ്നവുമില്ല. ഇന്നും അവര് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒന്നാമതൊരു കുട്ടി ഉണ്ടായി, കുട്ടി മരിച്ചു. രണ്ടാമത് കുട്ടി ഉണ്ടായി, മരിച്ചു. മൂന്നാമത് കുട്ടി ഉണ്ടായി, മരിച്ചു. അങ്ങനെ അവസാനം അള്ള കൊടുത്ത കുട്ടികളൊക്കെ മരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അള്ളാനേക്കാൾ മേലോടുത്ത് പോയി പറയണല്ലോ. അങ്ങനെ ശൈഖുനാന്റെ മുമ്പിലെത്തി. ശൈഖുനയോട് പ്രാർത്ഥിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ ശൈഖുനാനോട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എന്നാലും പ്രാർത്ഥിച്ചു. അങ്ങനെ കാര്യങ്ങൾ നേടി. പിന്നൊരു കുട്ടിയുണ്ടായി, പിന്നെ മരിച്ചിട്ടില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്ന കുട്ടി മരിക്കാണ്, ശൈഖുനയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുന്ന കുട്ടി മരിക്കണില്ല. അപ്പൊ നോക്ക് നിങ്ങൾ, നമ്മുടെ സമൂഹത്തില് അള്ളാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. പാവങ്ങളുടെ ആശയെയും കീശയെയും ചൂഷണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിലെ കുടുംബങ്ങൾക്കകത്ത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ഈമാനിനെ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, നമ്മളെല്ലാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ മുൻഗാമികളായിരുന്ന സലഫുകളാവട്ടെ, അത് കഴിഞ്ഞുള്ള പിന്നീട് വന്ന മഹാരഥന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അടക്കമുള്ള
ഇനി വേണ്ട ആധുനിക കാലത്തുള്ള പണ്ഡിതന്മാർ അടക്കം അവരുടെ കിതാബുകളിലും അവരുടെ സംസാരങ്ങളിലും എല്ലാം അവർ കാര്യമായി പഠിപ്പിക്കുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുമുള്ള അറിവാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പുരോഹിതന്മാർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കറാമത്തു കഥകളാ കാര്യമായി സംസാരിക്കുക. ജനങ്ങളെ മുഴുവൻ ക്ഷണിക്കുന്നത് റബ്ബിലേക്കല്ല, പ്രഭാഷണങ്ങളും സംസാരങ്ങളും മുഴുവനായി സൃഷ്ടികളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ട്? അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാര്യം നേടാൻ കഴിയൂല. കാരണം പറഞ്ഞു, നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും ഇബാദുൻ അംസാലുക്കും, അവര് അടിമകളാണ്, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണ്. ഉറങ്ങും, ഭക്ഷണം കഴിക്കും, വയസ്സാകും, വൃദ്ധനാകും, മരിക്കും, ക്ഷീണമുണ്ടാകും, എല്ലാം ബാധിക്കുന്നവരാണ്. എങ്ങനെ നിങ്ങൾക്ക് അവരോട് പ്രാർത്ഥിക്കാൻ കഴിയും? അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലനാണ്. രണ്ടാൾക്കും കാര്യമില്ല. എല്ലാ കഴിവുമുള്ള റബ്ബിലേക്ക് നമ്മളോട് മടങ്ങാനാ വിശുദ്ധ ഖുർആൻ ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിയടുക്കാൻ. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മികച്ച സന്ദേശം. അമ്പിയാക്കന്മാർ അവരുടെ ജീവിതഘട്ടത്തിൽ ലുക്മാനുൽ ഹക്കീമിന്റെ ഉപദേശത്തിലെ 10 ഉപദേശത്തിൽ ആദ്യം കൊടുക്കുന്നത് യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഗൗരവമാണ് ആ വാക്ക്. എന്ത് പ്രതിസന്ധി വന്നാലും വസ്ബിർ അലാ മാ അസ്വാബക്, ക്ഷമിക്കണം മോനെ. നീ എന്തെങ്കിലും ചെയ്തു വച്ചാൽ ഇത് പാറക്കുള്ളിലാണെങ്കിലും ആകാശത്താണെങ്കിലും അല്ലാഹ് കൊണ്ടുവരും. അള്ളാഹു എന്ന വിശ്വാസമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്താ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട്, സഫയും മർവയും അത്ഭുതകരമായ ചരിത്രം വിശേഷിപ്പിക്കപ്പെടുന്ന 2 അള്ളാഹിന്റെ ചിഹ്നങ്ങളാണ്. ആ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഇലാഹുണ്ട്, ഒരേ ഒരു ഇലാഹേ നമുക്ക് ആരാധ്യനായിട്ടുള്ളൂ. ഒരുപാട് ആരാധ്യന്മാരുടെ കണക്കുണ്ടായിരുന്ന നാട്ടിൽ. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് മഹത്വപ്പെടുത്തുന്ന സംസാരങ്ങൾ, അള്ളാഹുവിനെ വാനോളം പ്രശംസിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഇൽമ്, വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദ്രിഹി, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ പോയി ഒരുപാട് ആളുകൾ. അതിൻ്റെ പേരിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചു. ആ പിഴപ്പിക്കുന്നതിൽ ഇവിടുത്തെ പുരോഹിതന്മാരെന്ന് അറിയപ്പെടുന്ന ആളുകൾ അല്ലേ, അവര് മതത്തിന്റെ മേലാളന്മാരാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, അവരുടെ കയ്യിലാണ് കുടുംബങ്ങളുള്ളത്. അവർ ജനങ്ങളോട് പഠിപ്പിക്കുന്നത് ഈ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ മറവ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാ എന്നടക്കമുള്ള പ്രയോഗത്തിലേക്ക് വരാൻ മാത്രമുള്ള വലിയ ആശയധാരകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ശ്രദ്ധിക്കും. മൂന്നാമതൊരു സന്ദേശം നോക്കും. അതല്ലേ ശൈഖുനയുടെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദ് നോക്കാൻ കഴിവുള്ള, അർശും കുർസും നോക്കാൻ കഴിവുള്ള ഒരു മഹാമനുഷ്യൻ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് പെട്ടെന്നുള്ളൊരു ചോദ്യമാ, എവിടെയാ നിങ്ങൾ ഉള്ളത്? ഞാൻ ഇന്നലെ നിങ്ങൾ അർശിൽ നോക്കി, അവിടെ കണ്ടില്ലല്ലോ. കുർസിൽ നോക്കി, അവിടെയും കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടെയാണ് ഉള്ളത്? അവിടുന്ന് പറഞ്ഞൊരു വാക്ക്, അല്ലാ അല്ലാ. ശൈഖുന വന്ന ആ അഹ്ലു ബൈത്തിനോട് പറഞ്ഞ വാക്ക്, ഞാൻ ഇപ്പോൾ അതിനും മുകളിലാണ്, ഞാനിപ്പോൾ അതിനും മുകളിലാണ്. ചോദിച്ചില്ലേ വൈലത്തൂർ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞ നേരത്ത്, ഞാൻ ഖുത്ബുൽ ആലം, അന ഖുത്ബുൽ ആലം എന്ന് പറഞ്ഞ നേരത്ത് ശൈഖുനെ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ ചോദിച്ചില്ലേ, ഇപ്പോൾ എവിടെയാണ്? അല്ല, ഇപ്പോൾ ഞാൻ അതിനും മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ വൈലത്തൂർ തങ്ങളുപ്പാപ്പ ചോദിച്ചു, എവിടെയാണ്? ശൈഖുന മുണ്ടിയില്ല, ശൈഖുന മുണ്ടിയില്ല. പെരുമണ്ണയിലുള്ള ഇസ്മായിൽ സഖാഫി അവറുകള്
ശൈഖുനിയോട് ചെന്ന് ചോദിച്ചില്ലേ, അങ്ങയെ പറ്റിയിട്ട് പലരും മുദബ്ബിറുൽ ആലമെന്നും ഖുതുബുൽ ആലമെന്നും പലരും പറയുന്നുണ്ട്, ഞാൻ എന്നാണ് അങ്ങയെ പറ്റി പറയേണ്ടത്? ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. അതൊക്കെ ചെറിയ മദ്ഹാണ് കുട്ടി, ഇപ്പോൾ അതിനും മുകളിലാണ്. ശൈഖുനിയുടെ വചനങ്ങളാണ്. ഖുതുബുൽ ആലം എന്ന് പറഞ്ഞാൽ, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞ ചെറുതാണ്. ഞാൻ അർശിന്റെ മേലെയാണ്, കുർസിന്റെ മേലെയാണ്. ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശമാണ് കുടുംബങ്ങളുടെ മുമ്പിൽ മതപ്രഭാഷണ വേദികളിലൂടെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരെക്കാൾ വലിയ പോസ്റ്റിലാണ്. അർശിന്റെയും കുർസിന്റെയും മേലെയാണ്, മുദബ്ബിറുൽ ആലമിന്റെ മേലെയാണ്, ഖുതുബുൽ ആലമിന്റെ മേലെയാണ്. ഇതിന് പണം അടിച്ചു കൊടുക്കുന്ന ആളുകൾ, ഈ സംസാരങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന, ആരോഗ്യം കൊടുക്കുന്ന, രാത്രിയും പകലും പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന മനുഷ്യർ, ഇവരുടെയൊക്കെ പേരിൽ തങ്ങൾ എന്ന വിശേഷണമുണ്ട്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ തങ്ങൾ എന്ന ഒരു പേരുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജുകൾ അവർ തങ്ങൾ പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാതിരിക്കും? ഈ പറഞ്ഞ ആശയങ്ങൾ എന്താ? അള്ളാഹുവിനെ മഹത്വപ്പെടുത്താണ്. വഹുവൽ ഖാഹിർ ഫൗക ഇബാദിഹി. അടിമകളുടെ മേൽ ആധികാരികതയുള്ള ശക്തിയുള്ളവൻ അവനാണ്. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ റബ്ബ് വരെ അർശിലാണ്, അതിന്റെ മേലെയാണ് മൂപ്പര്. ഒരു മാനസിക രോഗം ബാധിച്ച ഒരു മനുഷ്യൻ പലതും പറയും, അതൊക്കെ കറാമത്താന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൊടുത്ത് ആ പേര് പറഞ്ഞ് ജനങ്ങളെ പിഴുത് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് മാത്രമാണോ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് പ്രചരിപ്പിക്കാനായി ഒരു കോവിഡ് കാല സമയത്ത് ഒട്ടനേകം ചാനലുകൾ രംഗത്ത് വന്നു. ഒട്ടനേകം സ്ത്രീകളും കുടുംബങ്ങളും അതിൻ്റെ പിന്നാലെയുണ്ടായിരുന്നു. അറിവിൻ നിലാവുകാരൻ അവനെ കൊണ്ട് കഴിയാൻ പറ്റുന്നതൊക്കെ ചെയ്തു. മടവൂർ കാഫിലക്കാരൻ പറ്റാവുന്ന ആളുകളെയൊക്കെ വിചാരണ ചെയ്തു. ഓരോരുത്തരെ ഇന്റർവ്യൂ നടത്തി ഓരോ കറാമത്ത് കണ്ടോലാണ്, ഞാൻ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ച് നടന്നു. മരിച്ചോലെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നു. എന്തൊക്കെ അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ കേട്ടു. ഇങ്ങനെ ഈ ചാനലുകൾ മുഴുവൻ അവസാനം കൊട്ടിഘോഷിച്ചിട്ട് എന്താ പറയുന്നത്? സിഎമ്മയുടെ രോഗം മാറ്റി തരണേ, പാപങ്ങൾ പുറത്തു തരണേ. പണ്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ബദിരീങ്ങളെ കാക്കണം എന്നുള്ള വാക്കാ കേട്ടിരുന്നത് നാട്ടിലൊക്കെ. മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണം എന്നൊക്കെ കേട്ടിരുന്നത്. ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് തലമുറ ന്യൂ ജനറേഷനിലെ പാട്ടില് ഫുള്ള് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ രോഗം മാറ്റണേ. സിഎമ്മയുടെ ഊരെന്ന് പ്രാർത്ഥിക്കുന്നു. വെറും 35 കൊല്ലം മാത്രം കേട്ടു പരിചയമുള്ള ഒരു പേരിന്റെ ഉടമയെ നമ്മുടെ ഏതേത് പ്രതിസന്ധിക്കും പരിഹാരമാണ് എന്ന് വിശേഷിപ്പിച്ച് ചാനലുകൾ കൊട്ടിഘോഷിച്ചാഘോഷിക്കുന്ന ഒരു രംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. പാവങ്ങൾ ഞങ്ങളെ പാപം പൊറുത്തങ്ങ് ചേർക്കണേ. ശൈഖനായ ശൈഖന അല്ലാഹ് എല്ലാവരും ചൊല്ലും. ശൈഖന അല്ലാഹ് ശൈഖനായ ശൈഖന സയ്യിദി മടവൂർ വലി. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ, രോഗങ്ങൾ മാറ്റിത്തരണേ. ഷെയ്ഖന ഷെയ്ഖന എന്ന് വിളിച്ചാൽ സിഎം എന്നാണ് എൻ്റെ അർത്ഥം. ഈ സമൂഹം ഇത് ഇത്രമാത്രം നെഞ്ചേറ്റുന്ന രൂപത്തിലേക്ക് ജനങ്ങളെ ഏറ്റവും കൃത്യമായി അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ. പിശാച് അവിടുന്ന് സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാ പോകുന്നത്. എന്താ പറഞ്ഞറിയോ? മുഴുവൻ എണ്ണത്തിനും ഞാൻ പിഴപ്പിക്കും. ഇല്ലാ ഇബാദകൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ ആത്മാർത്ഥമായ ആളുകളെ അല്ലാത്തവരെ മുഴുവൻ പിഴപ്പിച്ചു കളയും. നല്ലൊരു വാഗ്ദാനം ചെയ്തിട്ടാ പോയിക്കുന്നത്.
മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ പണം അവർ തിന്നുകളയും, നിങ്ങളെ ദീനിൽ നിന്ന് അവർ വഴിതെറ്റിക്കും. ശരിയല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. ഖുർആൻ പറയാ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്. എന്താണ് അവരുടെ പണി? ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തു നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് അവരുടെ ലക്ഷ്യം. ഒരു മനുഷ്യൻ കലിമ ഉച്ചരിച്ച് മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. മരിക്കാൻ സമയത്ത് നീ സി എം എന്ന് പറയണമെന്ന് പഠിപ്പിച്ചു. ഈ സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏതേത് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും രാത്രി ഉറക്കമെഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ച് റബ്ബിലേക്ക് പൊട്ടിക്കരയുന്നതിന് പകരം 1000 തവണ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, 1000 തവണ ഖുതുബിയത്ത് ചൊല്ലുന്ന വ്യക്തി മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ബദരീങ്ങളുടെ ആണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് റമദാനിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ വരെ ബദരീങ്ങളോടുള്ള സഹായതേട്ടവും പ്രാർത്ഥനവും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. റബീഉൽ അവ്വൽ പിറന്നു കഴിഞ്ഞാലുള്ള മദ്ഹിന്റെ പ്രകീർത്തന സദസ്സുകൾ എന്നറിയപ്പെടുന്നതിൽ പാടുന്ന പാട്ടുകളിൽ വരെ പ്രവാചകനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പാടിക്കൊണ്ടിരിക്കുക. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, പ്രയാസം മാറ്റിത്തരുന്ന നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. പാപങ്ങൾ മായ്ച്ചു തരുന്ന നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. എല്ലാ വരികളും നിങ്ങളെടുത്ത് വായിച്ചു. മാത്രമല്ല ഈ പറഞ്ഞ ഗ്രന്ഥങ്ങൾ, മാലകൾ, മൗലിദുകൾ, ഹദ്ദാദുകൾ, റാത്തീബുകൾ ചുരുങ്ങിയത് 700 കൊല്ലത്തെ പഴക്കമുള്ളൂ മാക്സിമം. മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അറിയില്ല, ഷാഫി ഇമാമ് കണ്ടിട്ടില്ല, അതിന് മേലുള്ള പണ്ഡിതന്മാർ കണ്ടിട്ടില്ല, സ്വഹാബത്ത് തീരെ കണ്ടിട്ടില്ല. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചു നോക്ക്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് ഈമാനികമായ ഉണർവ് ലഭിക്കുക? ഹജറ ബീവിന്റെ ചരിത്രം വായിച്ചിട്ടില്ലേ നമ്മൾ? ഒറ്റക്കൊരു മരുഭൂമിയിൽ മകനെയും കൊണ്ടുപോയാക്കി തിരിച്ചു നടക്കുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങൾ ഇവിടെ ഇട്ടാക്കി എവിടെയൊക്കെ പോണത്? ആ സമയത്ത് ഹാജറ ബീവി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴൊന്നും മിണ്ടിയില്ല. അവസാനം ഒരു ചോദ്യമാ, അല്ലാഹു അമറക ബിഹാദാ, അല്ല പറഞ്ഞിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത്? അവർ അല്ലാഹുവിലേക്കാണ് അവരുടെ തവക്കുൽ. തലയാട്ടിക്കൊണ്ട് തിരിച്ചു നടന്നു. അപ്പൊ ഹാജറ ബീവി പറയാണ്, വല്ലാഹി ലൻ യുളയ്യഅനാ അബദാ, എങ്കിലും നിങ്ങൾക്ക് പോകാം, അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവിടൂല. ഞങ്ങളെ അഭയകേന്ദ്രം പടച്ചോനാണ്, ഞങ്ങളുടെ സംരക്ഷണം പടച്ചോനിലാണ്. ഇങ്ങനെ എന്ത് ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാലും ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിലിരുന്നു. എന്താ പറഞ്ഞു കൊടുത്ത്? ലാ തഹ്സൻ, വിഷമിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ അള്ളണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ചു കൊടുത്തു. ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയ യഥാർത്ഥ ഔലിയാക്കന്മാര് അസ്ഹാബുൽ കഹ്ഫ്, വെള്ളിയാഴ്ച ഓതിയ സൂറത്തല്ലേ? ആ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് 309 കൊല്ലം അവരെ കിടത്തുറക്കി. അതാണ് യഥാർത്ഥ കറാമത്ത്, ഖുർആനിൽ പറഞ്ഞ കറാമത്ത്. അവരുടെ ജീവിതത്തിന്റെ വല്ലാത്ത പ്രതിസന്ധിയിൽ എന്താ അവര് പറഞ്ഞത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ, റബ്ബേ ഞങ്ങളോട് കരുണ കാണിക്കണേ. ഔലിയാക്കന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാഹുവിലേക്ക് നമ്മുടെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തവക്കുലാക്കി ദുആ ചെയ്ത് ഇസ്തിഗാസ ചെയ്ത് മടക്കലാണ് പരിഹാരമെന്നാണ് ബദരീങ്ങൾ അവരുടെ ഏറ്റവും പ്രയാസകരമായ ബദറിന്റെ സന്ദർഭത്തിൽ ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. നമ്മുടെ ഈ തൃശ്ശൂരിന്റെ തൊട്ടടുത്ത പരിസരത്ത് വരവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അല്ലേ സുലമി?
വരവൂരടുത്ത് ഈ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. അവിടെ ഒരു മക്കാമുണ്ട്, ഒരു മസ്താനാണ്. മസ്താന്റെ മക്കാമിലേക്ക് ഇതേപോലെ ഒരു ഉറൂസിന്റെ സന്ദർഭത്തിൽ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും സാദാത്യങ്ങളും നേതാക്കന്മാരും ഒക്കെ വന്നു. എന്നിട്ട് അവിടെയുള്ള മനുഷ്യരോട് പറയാണ്, ആരോട്? അമുസ്ലിങ്ങളോട് വരെ പറയാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്കും ഇവിടുത്തെ അമുസ്ലിമീങ്ങൾക്കുമുള്ള അഭയ കേന്ദ്രം മസ്താനാണ്. പടച്ചോനല്ല, മസ്താനാണ്. ഇത് മനസ്സിലാക്കുന്ന അമുസ്ലിങ്ങൾ എന്ത് പഠിക്കണം? നമ്മളെ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്കി. നമ്മുടെ നാട്ടിലെ ഒരു വിഷയം അതുകൊണ്ട് കേൾക്കേണ്ടതാണ്. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, മറ്റു മതത്തിൽപ്പെട്ടവര്, മതമില്ലാത്തവര് എല്ലാവരുമുണ്ട്. എല്ലാവർക്കും വലിയ ആശ്രയമാണ്, പ്രതീക്ഷയാണ്, പ്രകാശമാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരെ നിങ്ങൾ അനുസരിക്കണം. എത്ര ദിവസമായി അവരൊന്ന് ഉറങ്ങിയിട്ട്. ലേഡീസ് വോളണ്ടിയർമാർ നമുക്കറിയാം, പുരുഷന്മാരെ പോലെയല്ല. വനിതാ വോളണ്ടിയർമാർക്ക്, പെൺകുട്ടികൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അൽഹംദുലില്ലാഹ് അവര് പോലും വിശ്രമമില്ലാതെ പണിയെടുക്കും. നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അനുസരിക്കണം, അവര് പറയുന്നത് കേൾക്കണം, അവരെ മാനിക്കണം. പാചകം ചെയ്യുന്നവരെയും വിളമ്പിക്കൊടുക്കുന്നവരെയും ചെമ്പ് കൊണ്ടുപോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. നമ്മുടെ ദുആയേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ദുആ വല്യപ്പക്ക് ഇഷ്ടപ്പെടും, അവരെ സിയാറത്ത് വല്യപ്പക്ക് ഇഷ്ടപ്പെടും. നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് ഖുർആനായത്ത് ഓതിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല. ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാ, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും നമ്മൾ ഇവിടത്തുകാരല്ലേ, നമുക്ക് വരവൂര് സ്വന്തമല്ലേ, നമ്മുടെ ചാപ്പാടല്ലേ, നമ്മുടെ വല്യാപ്പല്ലേ, നമ്മുടെ കൊച്ചാപ്പല്ലേ. അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം എല്ലാവരും. ഒന്നും നമുക്ക് സ്വന്തമല്ല. വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു. മക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു അല്ല. അപ്പോ നമ്മുടെ വീട് നോക്കാൻ, നമ്മളെ കാവൽ നോക്കാൻ ഈ മസ്താനുപ്പാപ്പ മതി. എല്ലാവർക്കുമുള്ള ആഭയ കേന്ദ്രമാണ്, ആശാ കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് തിങ്ങിക്കൂടിയ ആയിരങ്ങളുടെ മുമ്പിലേക്ക് ഈ മനുഷ്യൻ ഇട്ടുകൊടുക്കുന്നത്, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ ആശാ കേന്ദ്രമാണ്. ഇങ്ങനെ ജനങ്ങളെ ക്ഷണിക്കുകയാണ്, വിളിച്ചു വരുത്തുകയാണ്. എവിടേക്ക്? മരിച്ചവരിലേക്ക്. എന്നും ജീവിച്ചിരിക്കുന്നവനെ പറയാനോ പരിചയപ്പെടുത്താനോ സംസാരിക്കാനോ ഇവിടെ ആളുകളില്ല. അതാണ് ജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നു. അതുമാത്രമല്ലല്ലോ, പരലോകം വരെ തട്ടി അകറ്റപ്പെടുകയാണ്, ജനങ്ങളെ ദീനിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എത്രയെത്ര സന്ദർഭങ്ങളിലായി നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. ഈ ദീനെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുള്ള തണലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഈ മതം ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ നിഅമത്ത് നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മഹത്തായ അനുഗ്രഹമാണ്. അതിൽ ചൂഷണത്തിന് വകുപ്പില്ല. ഈ ചൂഷണങ്ങൾക്ക് ഇടയാകുമ്പോഴാണ് എത്രയെത്ര സംഭവങ്ങളാ നമ്മുടെ മുമ്പിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കുളത്തൂര് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചിട്ട് ദിവസങ്ങളോളം മറവ് ചെയ്യാതെ വീട്ടിൽ സൂക്ഷിച്ചു. കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ ജീവിക്കും രണ്ടാമത് എന്ന് ആരൊക്കെയോ അവരോട് പറഞ്ഞു കൊടുത്തു. ദുർഗന്ധം വമിച്ചിട്ടാണ് അവസാനം ആളുകൾ ഇടപെട്ടിട്ട് മറവ് ചെയ്തത്. കോഴിക്കോട് മുക്കത്ത് മുലപ്പാല് വരെ കൊടുത്തില്ല. ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ട് 5 ബാങ്ക് കഴിയാതെ പാല് കൊടുക്കരുത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് കഴിയാതെ ഞങ്ങൾ കൊടുക്കില്ല. 5 ബാങ്ക് കഴിഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുള്ളൂ. അന്ധമായി ഇത്തരം പറയുന്ന ആളുകളുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാ. ഇവരാണെങ്കിൽ സാധുക്കളായ ജനങ്ങളുടെ കൈകളിൽ നിന്ന് ചെപ്പടി വിദ്യകൾ കാണിച്ച് ജനങ്ങളിൽ നിന്ന് പൈസ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അതിനവർ ദീനിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടിരിക്കും. തുറാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഒരു ചെറിയൊരു സംസാരത്തിൽ നോക്കാം എങ്ങനെയാണ് അയാൾ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. എല്ലാ മാസവും അസ്മാവുൽ ബദറിലേക്ക് ഒരു 100 റുപ്യ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ മരിച്ചു കഴിഞ്ഞ് ഞാൻ എല്ലാ മാസവും ഉപ്പൻ്റെ 100ഉം എൻ്റെ 100ഉം കൂടിയിട്ട്
ബദരീങ്ങളെ പേരിൽ 200 റുപ്യ ഞാൻ മാസം നിക്ഷേപിക്കും. പോരാത്തതിന് ആണ്ടിൻ്റെ കമ്മിറ്റിക്കാർ വിളിക്കുമ്പോൾ നമ്മളെ വക വേറെ ഒരു 500 റുപ്യ. ഈ രൂപത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ നമ്മളെ കുടുംബത്തിൻ്റെ വെളിച്ചം കൂടും. പോരാത്തതിന് ആണ്ടിൻ്റെ കമ്മിറ്റിക്കാർ വിളിക്കുമ്പോൾ നമ്മളെ വക വേറെ ഒരു 500 റുപ്യ. ഈ രൂപത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ നമ്മളെ കുടുംബത്തിൻ്റെ വെളിച്ചം കൂടും. വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ പൈസ ഇട്ടാൻ വേണ്ടിയുള്ളൊരു വയലാണ്. വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ പൈസ ഇട്ടാൻ വേണ്ടിയുള്ളൊരു വയലാണ്. വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ പൈസ ഇട്ടാൻ വേണ്ടിയുള്ളൊരു വയലാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ശൈഖുനമാരുടെ കുടുംബത്തിൻ്റെ വെളിച്ചം കൂടും. ഇതൊക്കെ എത്ര വലിയ അബദ്ധങ്ങളാ പറഞ്ഞു. ജനങ്ങൾ മരിച്ചുപോയ വാപ്പാന്റെ പേരിൽ ബദരീങ്ങൾക്ക് പൈസ എന്നാ അവിടെ നിങ്ങൾ മദീനത്തേക്ക് എത്തുന്നപ്പോ വിചാരിക്കണ് ഇതൊക്കെ പോണത് ഈ പോക്കറ്റിക്ക. പിന്നെ ഇവർ ആണ്ട് വരുമ്പോൾ 500 റുപ്യ വേറെ കൊടുക്കുക. ആർക്കാ ചെലവ്? ഒരു ചെലവില്ല. ഖബർ കിടക്കണത് മദീനത്ത്, അവിടെ ഒരു ആണ്ടും നടക്കണില്ല. പിരിവ് ഇവിടെ നടക്കണത്. ഇത് കൊടുത്തേക്കുന്ന മരിച്ചോൾക്ക് എന്തിനാ പൈസ? ഇവിടെ കിഡ്നി രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, വീടില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് നോക്കി ആ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇഖ്ലാസിന്റെ ഒരു തേട്ടുണ്ടാവും. പോരെ? ഈ നിലക്ക് മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് മാത്രമല്ല, ചിലരൊക്കെ പൈസ മാത്രമല്ല സ്വർണം വരെ. പ്രിയപ്പെട്ട നിങ്ങളെ വീട്ടിൽ പോയിട്ട് ഭാര്യമാരൊക്കെ പരിശോധിച്ചോളി, കൊണ്ടേ കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. എത്ര സ്വർണ്ണമാലകൾ കിട്ടിയ സന്തോഷമാണ് ഇത്തരം ആളുകൾ എടുത്ത് പ്രഖ്യാപിക്കുന്നത്. പുതിയ ഒരാളുടെ ഒരു വീഡിയോ നോക്കി, അയാൾക്കൊരു സ്വർണം കിട്ടിയത് കഥ സ്വതക്കാണ് ഇതൊക്കെ കിട്ടുന്നത്. കണ്ടോ, നാളെ കുട്ടികളെ കല്യാണ ദന്തമാനിക്കോ പറഞ്ഞ ഇങ്ങനെ വരിക. എല്ലാ സ്ഥലത്തു നിന്നും, കേരളത്തിൽ നിന്നും, അകത്തു നിന്നും, പുറത്തുനിന്നും ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. ഭാര്യക്കൊരു ശരിയാണ് എത്തി മക്കളെ കല്യാണത്തിന്. അൽഹംദുലില്ലാഹ് തന്നോൽക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകളെ പട്ടിട്ട് പറക്കുകയാണ്. എന്തിനറിയോ? ഇതൊന്ന് കൊളാക്കാൻ. റബ്ബ് കൂടെ ഉണ്ടാവും. എന്തിനാ നമ്മളെ പേടിച്ചത്? നമ്മൾ ഒരു പറപ്പിനെ ഒരാളെ നമ്മളെ പേടിച്ചൂല. രണ്ടെണ്ണം നല്ല വെയിറ്റും ഉണ്ട്. വെയിറ്റ് നല്ല ഉണ്ടാവും. ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണ്. മാലകൾ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്തിനാണ്? ഈ സാധുക്കൾ സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നബി പഠിപ്പിച്ച സ്വലാത്തല്ല. നബി പഠിപ്പിച്ച സ്വലാത്തിന് ആരും മാല കൊണ്ടേ കൊടുക്കൂലല്ലോ. ആരും കൊടുക്കുക? നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്ത് ഇല്ലേ, അവിടെ ആർക്കും പൈസ ഇട്ടൂല. അപ്പൊ സ്വന്തം ഒരു സ്വലാത്ത് വേണേനാണ്. സ്വലാത്ത് നഗർ വേറെ. ഇനി ഈ ആൾക്കൊരു പൈസ ഇട്ടാണെങ്കിൽ അത് കിട്ടൂല. അതെന്ത് വേണം? സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്ത് എന്ന് കേട്ട നമ്മളൊക്കെ ഏതൊരു മനുഷ്യനൊന്ന് വീഴൂലേ? ആ സ്വലാത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുക. എന്നിട്ട് എത്തീം കുട്ടികളെ പേര് പറഞ്ഞ നമ്മളെ സായിബാബയും അമൃതാനന്ദമയൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പോലെ കുറെ ചാരിറ്റിന്റെ പേരൊക്കെ കൊടുക്കുക. എന്നിട്ട് രാവിലെ 5:30 മണി മുതൽ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ് ഇരുന്ന് ചൊല്ലിപ്പിക്കുക. എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്നിട്ട് കിട്ടിയ സ്വർണത്തിന്റെ മാലകളും പിടിച്ച് നടക്കുക. ഈ സ്വലാത്തുൽ ഫാത്തിഹിലേക്ക് വന്നാൽ ഏത് രോഗവും മാറും, ഏത് പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി വിളമ്പിക്കൊടുക്കുക. ഈ മനുഷ്യന് സുഖമില്ലാതെ വന്നിട്ട് ഡോക്ടർക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് എല്ലിക്കോളി എന്നല്ല പഠിപ്പിച്ചു കൊടുത്ത്, നിങ്ങൾ രാവിലെ നീച്ച് ഓടിക്കോളി, പന്തളിക്കാൻ പോയിക്കോളി. പന്തളിക്കുന്ന വീഡിയോ കണ്ട് മൂപ്പരെ. അപ്പൊ എന്താ സ്വലാത്തില്ലേ? സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് ക്യാൻസർ മാറ്റുന്നാണ്. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് എന്തൊക്കെ പ്രശ്നം മൂപ്പര് മാറ്റുന്ന പറഞ്ഞ് നോക്കി നിങ്ങൾ. എങ്കിൽ അതേ വ്യക്തി മൂപ്പർക്ക് സുഖമില്ലാതായപ്പോ നീച്ച് പന്തളിക്കാൻ ഓടി. കാന്തപുര ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? എന്താ ജനങ്ങളോട് പറയണത്? കണ്ണൂരിലെ സത്താറിന് 3 ഡയാലിസിസ് വന്നിട്ട് മതി എന്നാണ് പറഞ്ഞു കാന്തപുര ഉസ്താദ്. പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കാന്തപുര ഉസ്താദിന് കണ്ണിന് തിമിരം ബാധിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ പെരിന്തൽമണ്ണ ആശുപത്രിക്കാണ് വന്നത്. ഇത് സ്വന്തം കണ്ണിന് ആശുപത്രി പോയിട്ട് ചികിത്സിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണക്ക വന്നത്. എന്നിട്ട് ആ മനുഷ്യനെ മറ്റോന്റെ കിഡ്നി 3 ശരിയാക്കി തരാന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന ഈ അന്ധക്കേടുകൾ, ഈ വിവരക്കേടുകൾ കുടുംബങ്ങളുടെ അകത്ത് വരികയും ഒട്ടനേകം മരണങ്ങളും ദുരന്തങ്ങളും കൊലപാതകങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ഒരു വിശ്വാസി പാഠമാകേണ്ടത്. എന്താ വിശ്വാസിയോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങളെ രക്ഷിക്കണം, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണം. എവിടുന്ന്? നാറാ. ഇതൊക്കെ അവസാനിക്കും. ഒരു തീ വരാനുണ്ട്. ആളിക്കത്തുന്ന ഒരു തീ നരകമാണ്. ആ നരകത്തുനിന്ന് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താൻ നീ ശ്രമിക്കണം. മനുഷ്യരും
കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ശക്തരായ മലക്കുകളാണ് അവിടെയുള്ളത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇസ്ലാം എന്തെല്ലാം മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീക്കും നംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് 2ഉം മുറുകെ പിടിച്ചോ, പിഴക്കൂല, നശിക്കൂല. കിതാബ് അല്ലാഹുവിന്റെ കിതാബ് പഠിച്ചോ, ജീവിതത്തിൽ പകർത്തിക്കോ. വസുന്നത റസൂലി, റസൂലിന്റെ ചര്യ പഠിച്ചോ, പകർത്തിക്കോ. നിനക്ക് നശിക്കാനുള്ള ഒരു വഴിയും അവിടെയില്ല. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാലും നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ ഭിന്നതകൾ വന്നാലും അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോ. അല്ലാഹു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിച്ചോ. കുട്ടികളോട്, കുടുംബത്തോട് ദീനിന്റെ ചിട്ടകൾ ചെറിയ പ്രായം മുതൽ അല്ലിമൂഹും അദ്ദിബൂഹും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തുനിന്ന് രക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ഇൽമു കൊടുത്തോ, അദ്ദിബൂഹും, അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ നീ ശ്രമിച്ചോ. അങ്ങനെ കുടുംബം ഒന്നടങ്കം അള്ളാഹുവിന്റെ ദീന് പഠിച്ചുകൊണ്ട് അതിനകത്തുള്ള ആ കൃത്യമായി കൊണ്ട് ഹലാലായത് ഹലാലായി കാണുക. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ലതായ കാര്യങ്ങളൊക്കെ അള്ളാഹ് ഹലാലാക്കി തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളൊക്കെ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലേക്ക് നമ്മൾ അടുക്കാൻ പാടില്ല. ഹലാലുകളെ ഹലാലായി കാണുകയും വേണം. എന്നാൽ അതിനപ്പുറത്ത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിന്റെ ഖുറാഫാത്തിന്റെ തുടക്കങ്ങൾ, വീട് താമസം മുതൽ നമ്മുടെ നാടുകളിൽ എന്തെല്ലാം നടക്കുകയാണ്. രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത്, രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാതെ, ജമാഅത്തിന് പോകാതെ വീട്ടിലാണ് അന്നത്തെ പരിപാടി. അന്ന് പള്ളി ജമാഅത്തിൽ ഒറ്റ കുട്ടിക്ക് എന്തേ വീട് താമസമാണ്. എല്ലാവരും നിസ്കാരമൊക്കെ പറഞ്ഞ ഈ പള്ളി ഉസ്താദ് വരെ എങ്ങട്ടാ നിസ്കരിക്കാൻ. എന്നിട്ട് ചീരണിയും പാർട്ടിയും പരിപാടി നടത്തുക. എന്തേ കാരണം? വീട്ടിൽ ബർക്കത്തുണ്ടാവാനാണ്. നിസ്കാരത്തെക്കാൾ വലിയ ബർക്കത്താണോ അത്? ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് നോക്കിയാലും ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. എന്തിനാ? ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ, മരണം ഓർക്കാൻ നല്ലതാണ്, പരലോകം ചിന്തിക്കാൻ നല്ലതാണ്. അതേ സമയത്ത് സ്ത്രീകളോട് പറഞ്ഞു, ലഅനല്ലാഹു സുവാറാത്തുൽ ഖുബൂർ, ഖബറുകൾ അമിതമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, കുടുംബത്തിൽ മക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, നമ്മുടെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞ എന്നാലേ നാളെ വണ്ടി കയറിക്കോ, ഞങ്ങളൊരു സിയാറത്ത് പോകുന്നുണ്ട്. എവിടേക്കാ സിയാറത്ത്? അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, ഉള്ളാൾ, ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ പണി? അവിടെ പോയി പൈസ ഇടുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി ജാറമൂടുക, നമ്മുടെ എന്ത് പ്രശ്നങ്ങളും തീരുന്ന. ഈ ശൈഖുനന്റെ പ്രത്യേകത, ഇയാളത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വിൽക്കാണ്ടാവും. കഴിഞ്ഞൊരു വയലിൽ ഞാൻ കാണിച്ചിരുന്നു, അന്ന് വിൽക്കാണ്ടായിരുന്നു ഓറഞ്ച് മൂപ്പര കയ്യിൽ. അപ്പോൾ ഒരു ഓറഞ്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഓറഞ്ച് ബർക്കത്തുള്ള ഓറഞ്ചാണ്, 101 രൂപ കൊടുത്താൽ ആർക്കാ വേണ്ടെന്ന് വെച്ചു. ഒരു ഓറഞ്ചിന് 101 റുപ്യ. ഇപ്പൊ മൂപ്പര കയ്യിൽ തേനുണ്ട്. വേറൊരു വയലിൽ മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പരെടുത്ത് ചാവുകടലിലുള്ള വെള്ളമുണ്ട്. ഏത്? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ മുക്കി നശിപ്പിച്ച വെള്ളമുണ്ട് മൂപ്പര കയ്യിൽ ബർക്കത്തിന് വെച്ചിട്ടുണ്ട്. ആ അത്രക്ക് ജനങ്ങളുടെ മുമ്പിൽ. ഇനിയിപ്പോ ഒരു തേന് കിട്ടിയിട്ട് 400 റുപ്യന്റെ തേന്, ആ വീഡിയോ ഒന്നുകൂടി ഓണായി കൊടുത്ത മോനെ, 400 രൂപന്റെ തേന് മൂപ്പര് എത്ര രൂപക്കാ വിൽക്കണ നോക്ക്. 1555 റുപ്യ. ഈ തേന് ചെറിയ കുട്ടിയാൾക്ക് കൊടുക്കുക, നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി കിട്ടും. ഇപ്പം മിഞ്ഞാന്നൊരു താത്ത എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ചാവക്കാട് ബർദാൻ തങ്ങളെ മക്കാമിൽ വന്നിട്ട് വയന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു തേൻ്റെ കുപ്പി ഞാൻ 1550 വാങ്ങിയിരുന്നു. എൻ്റെ മകൻ ഈ കഴിഞ്ഞ കൊല്ലം ഹാഫിളായി ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ മക്കൾ ഹാഫിളീങ്ങളാകാൻ, ബുദ്ധി കൂടാൻ, നാവിൻ്റെ വിക്ക് മാറാൻ, നിങ്ങളെ മുട്ടുവേദന മാറാൻ, നിങ്ങൾക്ക് ഊരവേദന മാറാൻ 1555 റുപ്യ ആരാ സംഭാവന തരിക? അൽഹംദുലില്ലാ. എന്താ മോൻ്റെ പേര്? ബദരീങ്കപ്പാപ്പ. ബദരീങ്കപ്പാപ്പ, നിങ്ങൾ ഇവിടെ പാരസരമാട് ചെയ്യാനാ? എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാതൊക്കെ ഉണ്ട്. 2000 റുപ്യ കൊടുത്താലും കുഴപ്പമില്ല. ഈ മനുഷ്യന്മാർക്ക് ബുദ്ധി വെക്കാൻ പറ്റിയ വല്ല തേനും ഉണ്ടെങ്കിൽ നമുക്ക് എവിടുന്ന് എടുത്ത് കൊടുക്കാം. കുട്ടികളെ ബുദ്ധി വെക്കാനും ഹാഫിളീങ്ങളാകാനും 1555 റുപ്യന്റെ തേന്, ഊരവേദനക്ക് തേന്, കാൽമുട്ടുവേദനക്ക് തേന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കൗമിന്റെ മുമ്പിൽ ഇവർ കൊടുക്കുന്നത്? ഇത് നൽകാൻ ആളുകൾ ക്യൂ നിൽക്കുക. ഇതിന് ഇവരെ വലിയ ശൈഖുനമാരായി ജനങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുക.
ഇവർക്ക് ഭക്ഷണവും വിരുന്നും തക്കാരവും എല്ലാം നൽകി ജനങ്ങൾ ഇവരെ സ്വീകരിക്കുമ്പോൾ ഇവർ ജനങ്ങളെ വഞ്ചിക്കുക. അതുകൊണ്ടാണ് പരലോകത്ത് വന്നിട്ട് ചിലർ വിലപിച്ച് നരകത്തിന്റെ മുമ്പിൽ റബ്ബനാ ഇന്നാ തൈനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ സയ്യിദന്മാരെ സാദാത്യങ്ങളെ കുബറാക്കന്മാരെ ഞങ്ങൾ അങ്ങ് അനുസരിച്ചു പോയി, ഫാദല്ലൂന സബീലാ, ഞങ്ങളെ പിഴപ്പിച്ചു ഇവര്. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, റബ്ബേ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം കൊടുക്കണേ എന്ന് പുരോഹിതന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് നാളെ പരലോകത്ത് പ്രാർത്ഥിക്കുമെന്നാ പറഞ്ഞത്. ഇസ്ലാം പഠിപ്പിച്ച ഒട്ടനേകം ഖൈറിന്റെയും ബറക്കത്തിന്റെയും മാർഗങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്, ഖബർ സന്ദർശിക്കണം, അതിൻ്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്നാൽ ഖബർ ഉത്സവങ്ങൾ, ഖബർ ആഘോഷങ്ങൾ, ഖബറിങ്കലാണ് എല്ലാ ചടങ്ങും, ആനയും അമ്പാരിയും കുതിരകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളാളത്തേക്ക് പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പോകുന്നവരുടെ ഉറൂസിന്റെ ഒന്നാമത്തെ രംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവിടെ ആണും പെണ്ണൊന്നും വേർതിരിവില്ല. മക്കളെ കൈവിടണ്ട, മക്കളെ ബിൽക്കുൾ കൈവിടത്തില്ല. മക്കളെ കൈവിട്ടിട്ടെങ്കിൽ ഇങ്ങനെ കിടാവ് കിട്ടണമെങ്കിൽ 3-4 ഗಂಟೆ വേണം. അനേസ പോലും കിടാവും മക്കളവും അതേപോലെ മേലുള്ള ബംഗാളി പർസ് മൊബൈൽ ഫോൺ എത്ര ജാഗ്രത തന്താറിനെ ബന്ധേ പവാസ്. അവിടെ ഫിത്നയുടെ ആയത്തില്ല, ഹിജാബിന്റെ പ്രശ്നമില്ല. അവിടെ ആണും പെണ്ണും വേറെ ഗേറ്റ് കൂടെ വരണമെന്നോ വേറെ വാതിൽ വേണമെന്നൊന്നുമില്ല. എങ്ങനെയുമാകും. പെണ്ണെങ്ങാനും ദീന് കേൾക്കാൻ, ഹുത്ബ കേൾക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ ഒട്ടനേകം ഫിത്ന പറയുന്ന മനുഷ്യരുടെ ഉത്സവപ്പറമ്പായി ഖബറുകൾ മാറുകയും ആ നിലക്ക് ചൂഷണം ചെയ്യപ്പെടുകയുമാണ്. ഇനി അതുമാത്രമല്ല, അതിന്റെ തൊട്ടടുത്ത രംഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അവിടുത്തെ ഉത്സവത്തിന്റെ ഒരു മെയിൻ കേന്ദ്രം നോക്കൂ നിങ്ങൾ. കുത്തുബുസമാന ഉള്ളാളിൽ മറഞ്ഞുള്ള ഒലിയുള്ള കുതിരത്തിനാല ജലമുകളിൽ നടന്നുള്ള താജുള്ള അമ്പവൻ ദീനിൻ ഇമ്പ് പകർന്നൊലിയുള്ള ആണ്ടവൻ തോനെ ശറഫുകളെ ജീവനിൽ നീ യാ കരവസ്ത്രം വീരിച്ചതിൽ ഇരുന്നവരൊരുങ്ങി കർണാടകത്തിലേക്ക് ജലയാത്ര തുടങ്ങി. കരകാണക്കടലിന്റെ കരയിൽ വന്നിറങ്ങി കരവസ്ത്രം വീരിച്ചതിൽ ഇരുന്നവരോ. രണ്ട് വഴിയിലൂടെ ആണിന് വേറെയും പെണ്ണിന് വേറെ വഴിയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഒരു മുജാഹിദ് പള്ളിക്കെങ്ങാനും ആരെങ്കിലും പോയ എന്തൊക്കെ പുകില നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്തുണ്ട് പറയാൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ്, നബിതങ്ങൾ മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, നസാറാക്കളെയും യഹൂദികളെയും ശപിച്ചിരിക്കുന്നു. കേൾക്ക്, എന്തുകൊണ്ട്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രമാക്കി. അംബിയാക്കന്മാരുടെ ഖബർ ആരാധിച്ചിട്ട് പോലും ലഅനത്തുണ്ട് എന്നാ പഠിപ്പിച്ചത്. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും, ഉള്ളാൾ ദർഗ ഉറൂസിന് കർണാടക സർക്കാർ 3 കോടി അനുവദിച്ചിട്ടുണ്ട്, സുന്നത്തല്ലെങ്കിൽ പോലും അനുവദിച്ചു തരുമെന്നാ ചോദിക്കുന്നത്. DK ശിവകുമാറിന്റെ വക 50 ആട് കിട്ടിയിട്ടുണ്ട്, വാർത്താ ചാനലിൽ. ഇതൊക്കെയാണ് കറാമത്തും പോലീസുകൾ, ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രമാണ് അംഗീകരിക്കാത്തത്. എന്റെ സഹോദരങ്ങളെ, ഞാൻ ആ വിഷയത്തിന്റെ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കുക. ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ സ്ത്രീകളെ, കുട്ടികളെ, കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായി കിട്ടുന്ന അവസരങ്ങളെല്ലാം അംറും ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തോടെ ഈ ആയത്തുകൾ, ഹദീസുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയോടെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിലിറങ്ങി സംസാരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഇവർ പറയും, ഇവർ പഴച്ചോരാണ്, ഇവർ പുത്തൻവാദികളാണ്, ഇവർ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കരുത്, കേൾക്കരുത്, ഇവരെ കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, ബാപ്പയായാലും അമ്മോശനായാലും മിണ്ടാനും പാടില്ല, ഇവരോട് നോക്കാനും പാടില്ല, ഇവരെ ബഹിഷ്കരിക്കണം. എന്താ പ്രശ്നം? ഇവർ ഖുർആനിലും ഹദീസിലുള്ളത് മാത്രം അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. ഒരു ഉസ്താദ് ജനങ്ങളോട് കൊടുത്ത ഭീഷണി ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പം തീരുമാനിക്കണം, ഞാൻ അതിപ്പം തന്നെ എന്റെ തെറ്റ് ഞാൻ ഒഴിവാക്കി, നാളെ പോയി കാണും. ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മനോട് കൊണ്ടുപോല,
അമ്മ അങ്ങനെ പറയാ, ബാപ്പ എങ്ങനെ പറയാ, അല്ല അമ്മോശൻ എന്നോട് എങ്ങനെ കാട്ടുക, അമ്മായി എന്നോട് എങ്ങനെ കാട്ടുക, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ആ സ്ഥാനത്ത് അമ്മോശന് വഹാബിയാണ്, നിങ്ങൾ മുണ്ടണ്ട, നിങ്ങൾ തെറ്റിക്കോളിങ്ങൾ. സാക്ഷാൽ വാപ്പ വഹാബിയാണെങ്കിൽ നിങ്ങൾ മുണ്ടണ്ട. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. വാപ്പ വഹാബി ഇനി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. ഇയാളെ പേരെന്നെ തുറാബ് എന്നാ. തുറാബ് പറഞ്ഞാൽ മണ്ണ് എന്നാണ്. ഇയാളെ കാലുമ്മയാണോ മണ്ണ്, തലയിലാണോ മണ്ണ് എന്നറിയില്ല. തുറാബ് തങ്ങൾ എന്ന പേരേ. വാപ്പ മുജാഹിദാണെങ്കിൽ മരിച്ചാ നിസ്കരിക്കരുതെന്നാ പറഞ്ഞത്. എന്താ മുജാഹിദിന്റെ പ്രശ്നം? ഇതൊക്കെ എതിർക്കുന്നവരാണ് പ്രശ്നം. ഇവരുടെ അന്നം മുട്ടുന്നുള്ളതാണ് പ്രശ്നം. ഇവരുടെ എല്ലാ ആശയങ്ങളും തുറന്നു കാണിക്കൊരു മുജാഹിദ്. ഇവിടെ ടീക്ക സംസാരിച്ചപ്പോൾ എന്താ മുജാഹിദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ ഒരു മർമ്മം പറയാൻ വേണ്ടി പറയാണ്. ദീന് മുറുകെ പിടിച്ചാൽ നമ്മളെ ബഹിഷ്കരിക്കും, മിണ്ടാതെയാവും, പല പ്രതിസന്ധികൾ കടന്നു വരും. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വാപ്പ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നതിന് വിരുദ്ധമായി നീ സംസാരിച്ചാൽ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. എന്താ വാപ്പാനോട് പറഞ്ഞത്? ബാപ്പാ, വിഗ്രഹങ്ങൾ ആരാധിക്കരുത്, കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ ആരാധിക്കരുത്. ഈ സൗണ്ട് കറക്റ്റ് മോനെ, സൗണ്ട് കറക്റ്റ് കിട്ടുന്നില്ലല്ലോ. ഉപകാര ഉപദ്രവം ചെയ്യാത്ത ഈ വസ്തുക്കളെ വാപ്പ ആരാധിക്കരുത് എന്ന് പറഞ്ഞു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപകാര ഉപദ്രവം ചെയ്യാത്ത, കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത വസ്തുക്കൾ എന്തിനാ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഇത് ചോദിച്ചാൽ മതി. അപ്പോഴാ വാപ്പ പറഞ്ഞത്, നിന്നെ പുറത്താക്കും, എറിഞ്ഞു കൊല്ലും. ത്വായിഫിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എന്തിനാണ് അവർ കല്ലെറിഞ്ഞത്? അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ. മക്കയുടെ വിരിമാറിൽ ഹബ്ബാബും ഹുബൈബും ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാ ത്യാഗികളായ മനുഷ്യർ എന്തിനാണ് ആ ശരീരത്തിന്റെ പച്ച മാംസത്തിൽ ത്യാഗം സഹിച്ചത്? പടച്ചവനിലേക്കുള്ള അടിയുറച്ച വിശ്വാസമാണ്. നാട്ടുകാർ പലതും പറഞ്ഞ് പിഴച്ചവരാണ്, പുത്തനാശയക്കാരാണ്, ഇവരാണ് ഈ നാട്ടിൽ ഭിന്നത ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചൊരാദർശത്തിന്റെ വക്താക്കളാണ്. നമ്മളതായി മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം പറയാം. അടുത്തൊരു ഭാഗം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കുട്ടിക്കുറ്റവാളികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുക. തെരുവുനായകളും കുട്ടിക്കുറ്റവാളികളും നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിക്കുക. ചെറിയ ചെറിയ മക്കള് ഓരോ കേസുകളിൽ ചെന്ന് പിടിക്കപ്പെടുകയാണ്. ഒരു മേരിബെല്ലിന്റെ ചരിത്രം ഈ അടുത്ത് വായിക്കണ്ടായി. മാർട്ടിൻ ബ്രൗൺ എന്ന 4 വയസ്സുള്ള കുട്ടിയെ കൈപിടിച്ച് ഇംഗ്ലണ്ടിലെ ന്യൂ കാസിൽ നഗരത്തിൽ ഒരു വീട്ടിൽ കയറിയിട്ട് ആ കുഞ്ഞിന്റെ കഴുത്തറുത്ത് കൊന്നത് കേവലം 11ാമത്തെ പിറന്നാളിന്റെ ദിവസത്തിലായിരുന്നു. മേരിബെല്ല് ഒരു 11കാരൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അമർജിത് സാദ എന്ന് പറയുന്ന ബീഹാറുകാരൻ 8 വയസ്സേ ഉള്ളൂ. കാണുന്ന, കയ്യിൽ കിട്ടുന്ന ചാൻസ് ഒത്തു വന്നാൽ ചെറിയ ചെറിയ കുട്ടികളെ അവൻ കൊന്നുകളയും. അതേപോലെ തന്നെ ഇന്ത്യക്കാരനായ ഒരു പയ്യന്റെ വാർത്ത, 19 വയസ്സുകാരൻ എന്ന് വാപ്പാന്റെ അച്ഛന്റെ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു? സുഖജീവിതത്തിനു വേണ്ടി. നമ്മുടെ നാട്ടിലെ ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരന്റെ ജീവൻ എടുത്തതിൽ എത്ര ചെറിയ പ്രായക്കാരാണ് അതിന്റെ പിന്നിലുള്ളത്? അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിലെ എത്ര പേരെയാ കൊന്നുകളഞ്ഞത്? സ്വന്തം അനിയനെ ഇവരെ കൊന്നുകളഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കുറ്റവാളികളുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കള് അള്ളാഹുവിൻ്റെ വലിയൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വുൻ ലക്കും ഫഹ്ദറൂ. നിങ്ങളുടെ ഇണകളിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. വീട്ടിൽ നമുക്ക് ശത്രുക്കൾ വരാം. അവരെ ശരിയായ രൂപത്തിൽ തർബിയത്ത് കൊടുത്ത് നമ്മൾ വളർത്തിയില്ല എങ്കിൽ
നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില വാർത്തകളും സംഭവങ്ങളും വരാതിരിക്കാൻ നമ്മൾ ഏറെ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ സന്ദർഭം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മക്കളുടെ ജീവിതത്തിൽ ഒരു ബാപ്പക്കും ഉമ്മക്കും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ആ മക്കള് പിഴക്കാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ, ലഹരിയുടെ പിന്നെ പിടയാടുകളായി മാറാതിരിക്കാൻ, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന കുറ്റവാളികളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കുട്ടി വരാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ 4 കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. 1 സ്നേഹമാണ്, 2 സ്വാതന്ത്ര്യമാണ്, 3 അംഗീകാരമാണ്, 4 പ്രശംസയാണ്. കുട്ടിനെ അവൻ്റെ നന്മകളിൽ പ്രശംസിക്കാൻ നമുക്ക് കഴിയണം. ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയണം. അങ്ങനെ പിടിച്ചു മുറുക്കി ഒരിക്കലും മക്കളെ വളർത്തരുത്. അംഗീകരിക്കേണ്ടതിന് അംഗീകാരം കൊടുക്കണം, അല്ലേ? സ്നേഹമാണ് പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ കുടുംബത്തിനകത്ത് ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ടത്, വാപ്പാക്കുമ്മാക്ക് മക്കൾ കൊടുക്കേണ്ടത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വേണ്ട ഏറ്റവും സുപ്രധാനമായത് ഭക്ഷണത്തേക്കാൾ, വസ്ത്രത്തേക്കാൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സ്നേഹമാണ്. നല്ല സ്നേഹവും പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു കുട്ടി ഒരു പിഴച്ച കൂട്ടുകെട്ടിലേക്ക് ചെന്ന് വീഴാനുള്ള സാധ്യത 14% ഉള്ളൂ. നല്ല സ്നേഹവും പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു കുട്ടി ലഹരിയുടെ മടിത്തട്ടിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ആവശ്യമായ സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് തന്നെ ലഭിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പോലീസുകാരെ പോലെ വെറും വിരട്ടുന്ന ആളുകൾ മാത്രമായി നമ്മൾ മാറാതിരിക്കുക. ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുക. നസീഹത്തോടെ, സ്നേഹത്തോടെ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഇടപെടാൻ കൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ എന്ന നിലക്ക് അവരോടുള്ള നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒട്ടനേകം കാര്യങ്ങളിൽ ചില കാര്യങ്ങളാണ് അവർക്ക് ചില വിലകൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ? പണത്തിനൊരു വിലയുണ്ട്. ബാപ്പ ഇങ്ങനെ പൈസ അയക്കുക, ഇവിടെ ചെക്കന് ഐഫോൺ കൊണ്ട് നടക്കുക. ബാപ്പ അവിടെ കീപാഡ് ഫോൺ കൊണ്ട് നടക്കുന്നത്, ഇവ ഐഫോണോടെ നടക്കുന്നത്. ബാപ്പാടത്ത് സൈക്കിളില്ല, മകൻ്റെ അടുത്ത് വലിയ ഹിമാലയം ബൈക്ക് കൊണ്ടാണ് നടക്കുന്നത്. പണത്തിന്റെ വില എന്താന്ന് മക്കളെ പഠിപ്പിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പണത്തിന്റെ വില മനസ്സിലാക്കുക. സമയത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കുറിച്ച് ബോധം ഉണ്ടാക്കാൻ കുട്ടികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ സമയത്തിന്റെ വില എത്രയെത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. ആരോഗ്യം, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, ഒന്നങ്ങ് ചെരിഞ്ഞ് കിടന്നാൽ, ഒരു സൈഡിലേക്കൊന്ന് തളർന്നാൽ, ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ശരീരത്തിലെ ഇന്ന ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ഈ ആവേശമൊക്കെ കെട്ടടങ്ങും. നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഹുങ്കുകളൊക്കെ അതോടുകൂടെ തീരുമാനമാകും. എന്നും സ്ഥിരമായി തലവേദനിക്കുന്നു, തലയുടെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒൽപ്പമൊന്ന് പിറകോട്ടേക്ക് മാറിപ്പോകും. പണത്തിനും സമയത്തിനുമൊക്കെ വിലയുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് പഠിപ്പിക്കാനും ധാർമ്മികമായി മദ്രസകളുടെ ആവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനടക്കം കുട്ടികൾക്ക് വേണ്ട അനവധി തർബിയത്ത് ലഭിക്കേണ്ടുന്ന സമയമാണ് എന്ന ബോധം നമുക്ക് ആവശ്യമാണ്. കുട്ടികൾക്ക് തർബിയത്ത് ലഭിക്കേണ്ടത് ആ സന്ദർഭത്തിലാണ്. അവിടെ കൃത്യമായി അത് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരു കുടുംബത്തിൻ്റെ കൃത്യമായി കൊണ്ട് അജണ്ടകൾ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പണവും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ അവരെ പരിഗണിക്കേണ്ടതാണ്. മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എൻ്റെ കുട്ടി നന്നാവൂല എന്നല്ല പറയേണ്ടത്, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്നല്ല പറയേണ്ടത്, എൻ്റെ കുട്ടിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവണേ. കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലാ തദ്ഉ അലാ അംവാലിക്കും വലാ ഔലാദിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. സമ്പത്തിനെതിരായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ദുആ, മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു, മക്കൾക്ക് കൃത്യമായി കൊണ്ട് മതം പഠിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സുകളും CREകളും എല്ലാ സംവിധാനങ്ങളും ഓൺലൈൻ മേഖലകളെല്ലാം ഇന്ന് തുറന്നിട്ട് കൊടുക്കുന്നത്. അവർക്ക് ഇന്ന് തിരുത്താൻ ഏറ്റവും നല്ല വഴി മതം കൊടുക്കലാണ്. ലഹരിയല്ല, പ്രണയചാപല്യങ്ങളല്ല, ഊരാക്കുടുക്കുകളല്ല, അടിപിടികളല്ല പരിഹാരം. അവർക്ക് പരിഹാരം മതം നൽകുന്നൊരു സുരക്ഷിത ബോധമുണ്ട്. ഇന്നത് പാടില്ല മോനെ, ഇന്നതേ പറ്റുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുക, അവരോട് മാന്യമായി പെരുമാറുക. ഇന്ന് നാട്ടിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ്. വാപ്പ അല്ലെങ്കിൽ വാപ്പാന്റെ പ്രായക്കാര് മക്കളെ ചൂണ്ടിക്കാണിച്ച് പറയും, ഇവനൊക്കെ ഏത് തലമുറയിലാ ജീവിക്കുന്നത്.
മക്കള് വാപ്പാനിമാനെ ചൂണ്ടിക്കാണിച്ച് പറയും ഇവലൊക്കെ തന്ത വൈബായിട്ട് നടക്കുക, ഇതിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതിന്റെ ഇടയിൽ കുറച്ച് യുവാക്കൾ ഉണ്ടാവും, ഓലാണ് ഇവരോട് എന്താ പറയാ, രണ്ടു കൂട്ടരും ഇടയിൽ നിൽക്കും വേണം. തുറന്ന് സംസാരിക്കുക, മാന്യമായി എല്ലാവരോടും പെരുമാറുക, മക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയുക. മാതൃകാ ദാമ്പത്യത്തിന് സന്നദ്ധരവ. മക്കൾ നന്നാവാനേ മക്കളെ കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുക്കല്ല. ആദ്യം ചെയ്യേണ്ട പണി ഉമ്മയും ഉപ്പയും നന്നാകുക, വീട്ടിലെ കലഹങ്ങൾ ഒഴിവാക്കുക, നല്ല മനോഹരമായ ദാമ്പത്യത്തിന് തയ്യാറാവുക. ഞാൻ എല്ലാം കൂടി പറഞ്ഞു പോകണ്ടല്ലോ, എല്ലാത്തിലും കൂട്ടി വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു മക്കളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണോ, നല്ല വാപ്പയായി നല്ല ഉമ്മയായി മാറുക. കല്യാണത്തിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞോ, ദീനുള്ളതിനെ നോക്കിക്കോ. എന്തേ, ഇനി വരാൻ പോണ മക്കൾക്ക് ദീന് കൊടുക്കേണ്ട ആളാണത്. ഇനി വരാൻ പോകുന്ന നമ്മുടെ തലമുറക്ക് ദീന് കൊടുക്കേണ്ട ആളാണ് പുതിയാപ്പിളയും പുതിയണ്ണൊക്കെ. കല്യാണ ദിവസം ദീനുണ്ടാവണം. വിവാഹ ആഭാസങ്ങൾ പെരുകാണ്, വിവാഹ ആഭാസങ്ങളും പേക്കൂത്തുകളും പെരുകാണ്. കുടുംബത്തിൽ ഒരുപാട് ബാധ്യത വരുത്തുകയാണ്. ഒരു നിക്കാഹിന് പോയി സംസാരിക്കാൻ ഖുത്ബ നടത്താൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. മാന്യമായി പോയി ഭക്ഷണം കഴിച്ച് പോരാൻ പറ്റാതെയാവാണ്. അവിടുത്തെ പാട്ടും കൂത്തും കാരണം കൊണ്ട് കല്യാണത്തിന് വന്നോർക്ക് എന്തൊക്കെ വർത്താനം സുഖാണോ എന്ന് ചോദിക്കാൻ പോലും പറ്റണില്ല. പാട്ടിന്റെ ശല്യം കാരണം ചോറയിച്ച് വേഗം പോരുകയാണ്. എന്ത്, അവിടെ നിന്നിട്ടൊരു കാര്യമില്ല മോനെ, എല്ലാരും കാണുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റണില്ല. പടക്കം പൊട്ടിക്കണ് അല്ലേ, ബോംബെറിയണ് കല്യാണ വീട്ടിലേ, എന്തൊക്കെ കഥയാത്തിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു കല്യാണം കഴിഞ്ഞു. ഒരു അലമ്പുണ്ടായില്ല, എല്ലാവരും സമാധാനിച്ചു. നല്ല ചെറുപ്പക്കാരിട്ട് നല്ല കുട്ടികൾ. ഈ പയ്യന്മാര് പുതിയാപ്പിളന്റെ ചെക്കന്മാര് ടീം പോയിട്ട് ഈ പെണ്ണിന്റെയും ചെക്കന്റെയും മണിയറയിലേക്ക് വാട്ടർ കണക്ഷൻ പൈപ്പ് എടുത്തിട്ട് ഒറ്റ വെക്കാൻ, നല്ല പൈപ്പേ, മോട്ടർ ഓണാക്കിയിട്ട് ആ റൂമിലേക്ക് അങ്ങ് വെള്ളടിച്ചു. ഷോക്കടിച്ചിട്ട് രണ്ടാളും മരിച്ചു. ഒരു രാത്രി കടന്നുറങ്ങാൻ സമ്മതിച്ചില്ല. ഏലത്തൂര് ഖബർസ്ഥാനിലുണ്ട്, പോയി അന്വേഷിച്ചു നോക്കിങ്ങൾ. കല്യാണം, പേക്കൂത്തുകൾ, തോന്നിയാസങ്ങൾ ഈ വാടാനപ്പള്ളിയിലും തൃപ്രയാറിലും ചൂലൂരിലും അങ്ങനെ പണം കൊണ്ട് തോന്നിയാസം കളിക്കാൻ ആരെങ്കിലുമൊക്കെ മെനക്കെട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും നാളെയുമല്ല നമ്മുടെ ജീവിതത്തിൽ വരെ ഏതു ഘട്ടത്തിലും സംഭവിക്കാമെന്ന ബേജാറുണ്ടായിക്കോട്ടെ. മാതൃകാ ദാമ്പത്യത്തിന് തയ്യാറാകുക, മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറാകുക. ഞാൻ ഫോൺ തന്നില്ലേ, ഞാൻ ബൈക്ക് തന്നില്ലേ, ഞാൻ ഷവർമ മേടിച്ചെന്നില്ലേ, പോരാ, നിങ്ങളുടെ സമയം കൊടുക്കണം, എൻ്റെ സമയം കൊടുക്കണം. അവരെ കൂടെ ഇരിക്കാൻ പറ്റുന്ന സമയം അവരെ കൂടെ ഇരിക്കണം. അവർക്ക് അവരെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ. അവർക്ക് വേണ്ടി സമയം കൊടുത്ത് സ്നേഹിച്ചവർക്ക് അവരെ അടിക്കാനും തിരുത്താനും അർഹതയുള്ളൂ. അല്ലാത്തവർ വെറും എന്തിനാണ്, ശകാരിക്കാൻ മാത്രമാണോ വാപ്പിയമ്മയും? അവരോടൊപ്പം സമയത്തിന് കൊടുക്കണം, അവരോടൊപ്പം യാത്രയിൽ ഉണ്ടാവണം, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനുണ്ടാവണം. ഒരിക്കലും പോലീസായി മാറരുത്, കൂട്ടുകാരായി മാറണം. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ചങ്ങാതിയായി മാറണം. വാപ്പാനോട് എന്തും പറയാന്ന് ചങ്ങായിയായി പോലെ കുട്ടിക്ക് തോന്നണം. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മുടെ പെൺകുട്ടിക്ക് തോന്നണം, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ആ ചെക്കൻ്റെ ശല്യം വല്ലാതെ ഓവറാവുന്നുണ്ട്, എൻ്റെ ഉമ്മാനോടൊന്ന് പറയണം. കുട്ടികൾ പറയും, കൊന്നാലും ശരി ഉമ്മാനോടും വാപ്പാനോടും പറയല് സാറേ, ഐറ്റങ്ങൾ ഞങ്ങളെ തച്ചു കൊല്ലും. അംഗീകരിക്കൂല. നമ്മുടെ കുട്ടി ഒരു ലഹരി പ്രശ്നത്തിൽ അടിമപ്പെട്ടു എന്ന് വിചാരിക്കാം, കൊല്ലങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അറിഞ്ഞെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? ആകെ 2 കൈയും കൂട്ടിക്കെട്ടി 4 തല്ലും. സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൂട്ടിക്കെട്ടി തല്ലുകയാണോ ചെയ്യുക? അല്ല, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. എന്തോ സാഹചര്യം കൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് സംഭവിച്ചുവെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക, ആദ്യം കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ട് അയാൾക്ക് എത്ര കൊല്ലത്തിന് പഴക്കണ്ടെന്ന് അന്വേഷിക്കുക. എന്നിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോവുക. അവനെ സ്നേഹിക്കുക, പതുക്കെ ചേർത്ത് പിടിക്കുക, എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുക. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ നമ്മുടെ കുട്ടി നന്നാവും. അതിന് നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പടച്ച റബ്ബിനോടുള്ള ഒരു മനോഹരമായ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ. ഇണ നന്നാവാൻ, ഭാര്യ നന്നാവാൻ, ഭർത്താവ് നന്നാവാൻ കാത്തിരിക്കുന്നവരെ പടച്ചവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഏത് മനസ്സിനെയും മാറ്റാൻ കഴിവുള്ളവനാണ്. ജീവിതത്തിൽ നന്നാകാൻ ഒരു പിടി അവസരങ്ങൾ പടച്ച റബ്ബിന് നൽകാൻ കഴിയും. എത്രയെത്ര അത്ഭുതങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് നന്നാവൂല, എൻ്റെ ഭാര്യ നന്നാവൂല എന്നാരും തീരുമാനിക്കണ്ട. പടച്ചോനെ, എൻ്റെ ഭാര്യയെ നന്നാക്കി തരണേ, കൺകുളിർമ തരണേ,
എന്ന പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആശയധാരകൾ, ചിന്താധാരകൾ നമ്മുടെ തലമുറയെ, ക്യാമ്പസുകളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ധാരണകളെ നമുക്കൊന്ന് ചെറിയ രൂപത്തിലെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 16-ാമത്തെ ഒരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വേടൻ എവിടെ 8:30 വരും എന്ന് പറഞ്ഞ വേടൻ ഇവിടെ ആവശ്യമില്ല. നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി, ഇതുവരെ വേടൻ വന്നിട്ടില്ല. ആവശ്യമില്ലാത്ത ആസിഫ് അലിയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മളിവിടെ പിടിച്ചെടുത്ത് കുറ്റിയടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷനും വാങ്ങാതെ വേടനെ കാണാനുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ടാണ്? നമ്മൾ 2:30 വന്ന് നമ്മളാണ്. 2:30 തൊട്ട് വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് മണി 10 നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തീരാറായില്ലേ? 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങാൻ ഷോ. ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാണ്. നമ്മൾ ചെറിയെങ്കിലും വേടനെ എത്തട്ടെ, ഇനിയെങ്കിലും കൊണ്ടുവരും വേടനെ. ഞങ്ങളൊന്ന് കാണട്ടെ. ഞങ്ങൾ 2 മണിയോട് ഒരേ കിടന്ന് നിൽക്കാൻ വണ്ടി കിട്ടി വീട്ടിൽ കയറും. പെൺകുട്ടികളാണ് നമ്മൾ. ആലോചിച്ചോണ്ട് വേടനെ കാണുന്ന അതിയായ ആഗ്രഹവും മോഹവും കൊണ്ട് വന്നതാണ്. കുറെ കുട്ടികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പ്രമോഷനും നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ല. നമുക്കാകെ വേടനെ കാണുമെന്ന് മാത്രമുള്ള ഒരു ഇത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ആവശ്യമില്ലാത്ത പ്രമോഷൻ, ആവശ്യമില്ലാത്ത DJ പരിപാടി ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണം. നമ്മുടെ വേടനെ മാത്രം കണ്ടാൽ മതി. ലഹരിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പിടിക്കപ്പെട്ട ഒരു യൂട്യൂബ് വ്ളോഗർ, മൂപ്പര് ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യം കിട്ടി ഇറങ്ങിയെടുത്ത പരിപാടിയിൽ കാണാൻ വേണ്ടി ഉച്ചക്ക് 2:30 വന്ന് നിൽക്കുകയാണ്. രാത്രി 8:30 ആൾ വന്നിട്ടില്ല. ഞങ്ങൾ വീട്ടിലും കൂടി പറയാതെ വന്ന് നിൽക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പം കാണണം. ഇത് ചിരിച്ചു തള്ളാവുന്നൊരു കേസല്ല. വളാഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ഒരു തൊപ്പി എന്ന് പറയുന്നൊരു വ്ളോഗർ വന്നു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ്റെ തെറിയും അവൻ്റെ കോട്ടിക്കൂട്ടിലും എല്ലാം കൂടി കണ്ടാൽ നമ്മൾ വെറുപ്പോടെയാണ് നോക്കുക. ഈ മനുഷ്യനെ കാണാൻ വേണ്ടി 4-ാം ക്ലാസ്സുകാർ 3-ാം ക്ലാസ്സുകാർ വണ്ടി വിളിച്ച് വന്നിക്കാണ്. ഞങ്ങളെ മുത്താണ്, ഞങ്ങളെ ചങ്കാണ് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, സിനിമയുടെയും യൂട്യൂബിൻ്റെയും വ്ളോഗർമാരുടെയും റീലിൻ്റെയും ലോകത്ത് അവർക്ക് പൂവിട്ട് പൂജിക്കുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവർ എന്തു ചെയ്താലും പച്ചത്തേറി സ്റ്റേജുമ്മ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മനുഷ്യൻ. അതൊന്നും പ്രശ്നമില്ല. ഹീറോ ആണ് ഞങ്ങളുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം എതിർക്കപ്പെടുന്നു, വിമർശിക്കുന്നു, അവിടുത്തെ കല്യാണങ്ങളെ ചോദ്യം ചെയ്യുന്നു, പ്രവാചകനെ ക്രൂരനായി ചിത്രീകരിക്കുന്നു. ഒരു മനുഷ്യനും മിണ്ടാട്ടില്ല, ആരും സംസാരിക്കാനില്ല, ആരും മെസ്സേജ് അയക്കാനില്ല, സ്റ്റാറ്റസ് വെക്കാൻ ഒരു മനുഷ്യനില്ല. ഇത്തരം ആളുകൾക്ക് വേണ്ടി ഓടി നടക്കാൻ നമുക്കൊരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ പിന്നാലെ നടക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. നമുക്ക് വേണ്ടി അവസാനം പരലോകത്ത് വരെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നേതാവുണ്ട് നമുക്ക്. നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മകൾ പഠിപ്പിച്ചു തന്ന ആ നേതാവിനെ സ്നേഹിക്കാൻ, മാതൃകയാക്കാൻ ഈ ഉമ്മത്ത്, ഈ ഖൗമ്, പുതിയ തലമുറ, പുതിയ കാലം മുന്നോട്ട് വരേണ്ടതുണ്ട്. എത്രയെത്ര അപകട സാധ്യതകൾ നിറഞ്ഞ ഒട്ടനേകം മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അക്രമങ്ങൾ അഴിഞ്ഞാടുകയാണ്, മോഷണങ്ങൾ പെരുകുകയാണ്, കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ എല്ലാ സീമകളും കടന്നു പോവുക. അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതത്തിൽ വിവാഹിതരിലും അല്ലാതെയും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മാന്യമായി കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടാത്ത തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളിൽ, ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള ക്രഷുകളും അതുപോലെ തന്നെയുള്ള ബന്ധങ്ങളുമൊക്കെയായി, ബെസ്റ്റുകളുമൊക്കെയായി കൂത്തരങ്ങ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് വിവാഹമാണ് പരിഹാരം. അപ്പം എന്ത് ചെയ്യുന്നു? വിവാഹം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇതിൻ്റെ അപകടമാണ് പുതിയ തലമുറയിൽ ഇത്തരത്തിൽ ലിബറലിസത്തിൻ്റെ കുത്തഴിഞ്ഞ അരങ്ങ് വാഴുന്ന കാഴ്ചകൾ കാണുന്നത്. മാത്രമല്ല, ബന്ധങ്ങൾക്ക് പോലും പുതിയ കാലഘട്ടത്തിൽ നമുക്കിടയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ബാപ്പ ഉമ്മ എന്ന കാഴ്ചപ്പാട് നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഇനി എവിടേക്ക് പോകും? ഇപ്പോഴുണ്ടോ? ബാപ്പ അപ്പുറത്ത് സുഖമില്ലാതെ കിടക്കുന്നു, മകൻ ഇപ്പുറത്തിരുന്ന് ഫോൺ നോക്കിയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറത്ത് ചങ്ങാതി ഒന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ അവൻ ആരുടെ ഭാഗം എടുക്കും? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി.
മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം. വഅബ്ദുല്ലാ, അള്ളാനെ ആരാധിക്കണം. ലാ തുശ്രികൂ ബിഹി ശൈഅ, ശിർക്ക് ചെയ്യരുത്. അടുത്ത ഉപദേശം എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. എന്നാ പുതിയ ആൾക്കാർ പറയണത് വാപ്പിയും ഉമ്മയും അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും നമ്മളിപ്പോൾ എന്തിനാ ബാപ്പാനിമ്മാനൊക്കെ നോക്കേണ്ട ആവശ്യം? അതൊന്നും നമ്മൾ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ജില്ലകളിൽ ഓരോ ജില്ലയിലും 100ഉം 110ഉം ഒക്കെ, തൃശ്ശൂർ ജില്ലയിലും പാലക്കാടും ഒക്കെയുണ്ട്, അന്തേവാസികളായി വീടുകളിൽ നിന്ന് ഒഴിച്ചു മാറ്റി താമസിപ്പിക്കുന്ന ഒരുപാട് പുതിയ പുതിയ പേരിട്ട, എന്തു പറയില്ല, വൃദ്ധസദനെന്ന് വിളിക്കൂല, പേര് മാറ്റിയിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോം എന്നോ അതല്ലെങ്കിൽ തണലെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പേരൊക്കെ മാറ്റിയിട്ടിട്ട് ആശ്രമ കേന്ദ്രങ്ങൾ പോലെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നാക്കുകയാണ്. ഒരു രംഗം ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വാപ്പയും ഉമ്മയും ഹയാത്തിലുണ്ടെങ്കിൽ ഇതാണ് അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളില്ല എങ്കിൽ. ഈ കാണുന്ന രംഗം ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ, എൻ്റെ വീഡിയോന്റെ കൂടെ. ഇവർക്കൊക്കെ മക്കളുണ്ട്, ഇവർക്കൊക്കെ കുടുംബമുണ്ട്, ഇവർ സംരക്ഷിച്ച വളർത്തി വലുതാക്കിയ ഒട്ടനേകം ആളുകളുണ്ട്. അവസാനം കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പൈസ കൊടുത്താൽ അമ്മിഞ്ഞ പാലും വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിന്റെ കാലം. അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം. ഇത് കിയാമത്തിൻ അടയാളം. ഇത്രയും ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ച് അവസാനം ഇതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വിചാരിച്ചു കൊണ്ടുപോയി അവരെ ആക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കണ്ണുകൾ പറയുന്നത് എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. നമുക്ക് വേണ്ടി സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ഉരുകിത്തീർന്ന, വിയർത്ത് കുളിച്ച് ജീവിച്ച, സ്വന്തം ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ മാറ്റിവെച്ച മാതാവിനെ പിതാവിനെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ ആക്കിയാൽ എൻ്റെ ബാധ്യത തീർന്നു എന്ന് വിചാരിക്കുന്നവർ, ഈ മൊബൈലും ഈ ജോലിയും എൻ്റെ വീടും എൻ്റെ പറമ്പും എൻ്റെ കളിയും എൻ്റെ ടർഫും ഇതൊക്കെ മതി എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആരോട് എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക, നിന്റെ ഉമ്മാനോട്. ആ ഉമ്മയുടെ വാക്കുകൾക്ക് വിലയുണ്ടോ? ആ ബാപ്പയുടെ വാക്കുകൾക്ക് വിലയുണ്ടോ? ഉഖൂഖുൽ-ഉമ്മഹാത്ത്, മാതാക്കളെ ധിക്കരിക്കുക എത്ര വലിയ മോശമായ കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ചേർന്നൊരു പ്രയോഗം ഉണ്ടാവരുത്, തുറിപ്പിച്ചൊരു നോട്ടമുണ്ടാകരുത്, ആട്ടി അകറ്റരുത് അവരെ. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. നമ്മുടെ സ്നേഹവും നമ്മുടെ പണവും നമ്മുടെ സമയവും ഊർജ്ജമൊക്കെ കിട്ടേണ്ട ആളുകളാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. അവസാന നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, ഒന്ന് കൈകൾ തലോടിക്കൊടുക്കാൻ, മരണാസന്നനായി കിടക്കുമ്പോൾ ലക്കിനോ മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ഒരു മകൻ നമുക്കുണ്ടാവുക എന്ന് നമുക്ക് ആവശ്യമായി മാറണം. മരിച്ചാലും പ്രതിഫലം കിട്ടുന്ന നന്മയായി വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം അവന് വലിയ നേട്ടമാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മറക്കാനാവാത്ത മറ്റൊരു സംഭവം കൂടെയാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. ലഹരിയുടെ എല്ലാ നിലക്കുമുള്ള കെടുതികൾ, മദ്യം ഒരു ഭാഗത്ത്, സിഗരറ്റ് ഒരു ഭാഗത്ത്, അല്ലെ, സിഗരറ്റ് കടകൾ, അങ്ങാടികളിലെ കടകളിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുക. ആരെങ്കിലും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. ഈ നാട്ടിലെ ക്യാൻസർ പരത്തുന്ന വ്യക്തി ആരാണ്? ആ കടയിലെ സിഗരറ്റ് വിൽക്കുന്ന മനുഷ്യനാണ്. അറിഞ്ഞുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യലാണ് ബീഡിവലി. വയസ്സന്മാരൊക്കെ അതിന്റെ പിന്നിലാ, ന്യൂ ജനറേഷനൊക്കെ MDMന്റെ പിന്നിലാ. കുറെ ആൾക്കാർ പൈസ ഇല്ലാത്തതുകൊണ്ട് കള്ളും കുടിച്ച് നടക്കുക. ഏത് ലഹരിയാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. പുകവലി തീർത്തും നമുക്ക് പറ്റൂല, അതും ഹറാമിൽ തന്നെയാണ്, ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്.
ആ ചുണ്ടിലേക്ക് വലിക്കുന്ന ആ സിഗരറ്റ് കുറ്റി കൊണ്ട് നീ ആ വലിച്ചൂതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം കൊടുക്കുകയാണ്, നീ സ്വയം രോഗിയാകാണ്. ആ ചുണ്ടുകൾ കൊണ്ട് നിന്റെ ദാമ്പത്യത്തിൽ ഒരു മനോഹരമായ ചുംബനം കൊടുക്കാൻ പറ്റുമോ? നിന്റെ പേരക്കുട്ടിനെ ഒന്ന് ആത്മാർത്ഥമായി ചുംബിക്കാൻ നിനക്ക് പറ്റുമോ? അവസാനം മരിക്കുന്ന സമയത്ത് എല്ലാവരും ശപിച്ചു പറയും, അയാൾ ബീഡി വലിച്ചിട്ടാണ് ഈ രോഗത്തിന് കാരണമായത്. എല്ലാവരും ശപിച്ചുകൊണ്ടാണ് അയാളെ യാത്രയാക്കുക. അയാൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ പറയും, അയ്യോ അയാൾ ഭയങ്കര ചെയിൻ സ്മോക്കറായിരുന്നു. വലാ തുൽഖൂ ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നാശത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുത്. സ്വയം അറിഞ്ഞുകൊണ്ട് ഇത് മരണക്കണിയാണ്, അല്ലെ നമ്മുടെ ശവപ്പെട്ടിയാണ്. ആ സിഗരറ്റിന്റെ മുൻഭാഗത്ത് തീ ഇങ്ങനെ കൊളുത്തുമ്പോൾ അതിൻ്റെ ബാക്കിൽ എൻ്റെ ശവപ്പെട്ടിയാണ് എന്ന സൂചന ആ 2 പോസ്റ്ററുകളിൽ ഉണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയുകയും ഒരു കാരണവശാലും ഇത് മാറ്റിവെക്കാൻ ഇനി ഒരു ചികിത്സക്ക് ആവശ്യമാണെങ്കിൽ ഇന്ന് ധാരാളം ചികിത്സകൾ പോലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ നാടിനോട് കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഞാൻ ലഹരിക്കാരനല്ല. നമ്മൾ ലഹരിക്കെതിരെ ഒരുപാട് പരിപാടികളൊക്കെ പുറത്തൊക്കെ നടത്തുന്നുണ്ട്. ആദ്യത്തെ പരിപാടി നമ്മളെ വീട്ടിലാണ്. ഭാര്യ, വാപ്പ, ഉമ്മ, മക്കൾ, കോളേജ് പഠിക്കുന്ന മക്കൾ എല്ലാവരും ഞങ്ങൾ ഇതിന് എതിരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഈ ചൂലൂരിൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക നന്മകളിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തോട് തഖ്വയോട് നമ്മളെല്ലാവരും സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് സഹകരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ ദിവസം കുറിക്കപ്പെടും. നമ്മൾ ലോകത്തുനിന്ന് വിട പറയും. അന്ന് നമ്മുടെ കുടുംബങ്ങൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഭാര്യയില്ല, മക്കളില്ല, ആരും വരില്ല. 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു നടക്കും. നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രം ഒറ്റക്കാവും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കൊറ്റക്ക് പരലോകത്ത് വരും. അന്ന് നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് നമ്മുടെ കുടുംബവും വഅസ്വാജുഹും ഫിളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ചാരിയിരുന്ന് സുഖിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ആനന്ദത്തിൻ്റെ ലോകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ച് നന്മയിൽ മുന്നോട്ട് പോയി ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ നടന്ന ഒട്ടനേകം സംസാരങ്ങൾ വീണ്ടും വീണ്ടും അതിലെ സുപ്രധാനമായ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ച് ഇവിടെ വരാത്തവർക്ക് പങ്കുവെക്കാൻ, അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്തു കൊടുക്കാൻ, ഇവിടെ നടന്ന ആശയങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ആവശ്യമായ പരിഹാരങ്ങൾ വേണ്ടതെങ്കിൽ മദ്രസ അധ്യാപകരുണ്ട്, ഇവിടുത്തെ പള്ളിയിലെ ഇമാമുമാരുണ്ട്, ഇതിൻ്റെ സംഘാടകരുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ തേടി പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. പീസ് റേഡിയോ 24 മണിക്കൂർ നമുക്കൊരു ചാൻസാണ്. ജമീൽ ആപ്പ് വീഡിയോ കണ്ട് പഠിക്കാനുള്ള അവസരമാണ്. നേർപ്പദം വാരിക നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ഒരാഴ്ചയിലേക്കുള്ള വിഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടനേകം 500 പോലെയുള്ള കോഴ്സുകളുണ്ട്, QHLS ക്ലാസ്സുകളുണ്ട്, മക്കൾക്ക് വേണ്ടി CRE നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും. നമ്മൾ അറിവുള്ളവരായി, ബോധമുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم اغفر لموتانا واشف مرضانا. اللهم تقبل منا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.